हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതാണെന്ന് പറയുന്നില്ല, ഏതാണെന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്തോളൂ.
കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതായിരിക്കും ക്ലാസ്? ഞാൻ പറയില്ല. കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നു, എന്താ മാതാജി വിഷ്ണു സഹസ്രനാമം എടുക്കാത്തേ, വിഷ്ണു സഹസ്രനാമം എടുക്കാത്തേ. ഇന്ന് നമുക്ക് കുറച്ച് വിഷ്ണു സഹസ്രനാമം പഠിക്കാം. വിഷ്ണു സഹസ്രനാമം പഠിക്കണോ അല്ലെങ്കിൽ നമ്മുടെ ശങ്കരമഞ്ജരി പഠിക്കണോ? എന്താ പഠിക്കണ്ടേ? നിങ്ങൾ പറയുന്ന ക്ലാസ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഏതാ എടുക്കണ്ടേ? ശരിക്കും ആലോചിക്കും ഇപ്പം എന്ത് ക്ലാസ് എടുക്കണമെന്ന്. ഓക്കെ, മെജോറിറ്റി എന്താണോ അതെടുക്കാം. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 93 42 49 49 41. ഇതാണ് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ. നമുക്ക് ഗുരുവായൂർ മഞ്ജരീസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. മിക്ക ആളുകൾക്കും അറിയാം അല്ലേ, പുതിയതായിട്ട് ലൈവ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പറായ 93 42 49 49 41 എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി. ആ മെസ്സേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണ്? നിങ്ങൾ യൂട്യൂബിലൂടെയാണോ ക്ലാസ് കാണുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണോ ക്ലാസ് കാണുന്നത് എന്ന് എനിക്ക് ഒന്ന് ഓഡിയോ ആയിട്ടിടുക, അല്ലെങ്കിൽ ഒന്ന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിടാൻ അറിയുന്നവരാണെങ്കിൽ ടൈപ്പ് ചെയ്തിടുക. നിങ്ങളുടെ പേര് പറയാം. അതിനനുസരിച്ച് ഞാൻ നിങ്ങളെ ഏത് ഗ്രൂപ്പിലേക്കാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് എന്താ കിട്ടാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അഡ്മിൻസ് ഓൺലി ആണ്. നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഒരിക്കലും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ കഴിയില്ല. ഇനി മഞ്ജരീസുമായിട്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. രണ്ടും പഠിക്കണോ? അപ്പോൾ ഒന്നുകിൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മുടെ മഞ്ജരീസിൻ്റെ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഇവിടെ ചെന്നൈയിൽ. ഒന്ന് ശാന്തി മാതാജി, ഒന്ന് വന്നിട്ട് വിനോദ് പ്രഭു. രണ്ടിലേതെങ്കിലും ഒരാൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിലോ ഞാൻ വല്ല ഷൂട്ടിലോ ഡബിലോ എവിടെയെങ്കിലും ആണെങ്കിൽ എക്കോ വരുന്നോ? ചാൻസേ ഇല്ല, എക്കോ വരില്ല. അത് മാതാജിയുടെ ഫോണിൻ്റെ എന്തോ കുഴപ്പമാണ്, എക്കോ വരില്ല. കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ലല്ലോ, ഡയറക്റ്റ് അല്ലേ പറയുന്നത്. മൈക്ക് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ എക്കോൻ്റെ പ്രശ്നം വരും. മൈക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സപ്പോസ് ഇല്ല എന്നാണെങ്കിൽ പോലും ഒന്നുകിൽ ശാന്തി മാതാജി അല്ലെങ്കിൽ നമ്മുടെ വിനോദ് പ്രഭു കോൾ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്കുള്ള റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ തരും. ഇനി ഇവർ രണ്ടുപേരും ചെയ്തില്ല എന്തെങ്കിലും ഒരു കാരണവശാൽ എങ്കിൽ നിങ്ങൾ ദയവായി മെസ്സേജ് ഇട്ട് വെക്കുക. 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. സമയം പോലെ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് പേര് പറയുന്നു ശങ്കരമഞ്ജരിന്ന്, കുറച്ച് പേര് പറയുന്നു വിഷ്ണു സഹസ്രനാമെന്ന്. ഞാൻ നോക്കട്ടെ, ഏറ്റവും കൂടുതൽ ശങ്കരമഞ്ജരിയാണോ വിഷ്ണു സഹസ്രനാമാണോ എടുക്കേണ്ടതെന്ന്. ശങ്കരമഞ്ജരി ബാക്കി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മാതാജി, വേദയാണ്. ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഒന്നിൻ്റെ മുമ്പിലും അങ്ങ് തല താഴ്ത്തിയില്ലെങ്കിലും കുട്ടികളുടെ മുമ്പിൽ അത് അവർക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വീക്ക്നെസ് ആണ് കുട്ടികൾ. അപ്പം എൻ്റെ മോളാണ് വേദ, അവൾ എൻ്റെ സ്റ്റുഡൻ്റാണ്. അത് ഞാൻ അഭിമാനത്തോടെ പറയും. എൻ്റെ ഗുരുകുലം മക്കൾ, അവരെത്ര ക്ലാസ് ഞാൻ എടുത്തില്ലെങ്കിലും, എൻ്റെ എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ മക്കൾ അത് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യും ക്ലാസ്സിനായിട്ട്. എന്നിട്ട് യാതൊരു പരിഭവവും ഇല്ലാതെ എൻ്റെ കുട്ടികൾ ഞാൻ പറയുന്ന സമയത്ത് ക്ലാസ്സിൽ കയറും. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കും. അവർ നന്നായി പഠിക്കും, സമയത്തിന് എഴുന്നേൽക്കും, മൊബൈൽ മാറ്റി വയ്ക്കും, വെജിറ്റേറിയൻ ആവാൻ പറഞ്ഞാൽ അതാവും. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ അങ്ങനെ ചെയ്തോടാന്ന് ചോദിച്ചാൽ പറ്റിപ്പോയി മാതാജീനി, ഞങ്ങളത് ചെയ്യില്ല എന്ന് പറയും. അങ്ങനെ എനിക്ക് കിട്ടിയ നിധിയാണ് എൻ്റെ മക്കളെന്ന് പറയുന്നത്, ഗുരുവായൂർ ഗുരുകുലം മക്കൾ. അപ്പം ആ ഗുരുകുലം മക്കളിൽ ഒരാളായ വേദമോൾ എന്നോട് പറഞ്ഞു, മാതാജി എനിക്ക് ബാക്കി കേൾക്കണം ശങ്കരമഞ്ജരിന്ന്. ഇനി ആര് ലൈവ് എന്ന് പോയാലും കുഴപ്പമില്ല, എൻ്റെ വേദക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് പറയും, ഉറപ്പ്. അതിൽ ഒരു സംശയവും ഇല്ല. കുട്ടികൾക്ക് മുമ്പിൽ നമ്മൾ അടിയറവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് മുമ്പിലാ പറയാം? കുറച്ച് നമുക്ക് ശങ്കരമഞ്ജരി വേദയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് വിഷ്ണു സഹസ്രനാമം എടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും ആവുമല്ലോ. എന്നാലും വേദയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞില്ലേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ഗുരുകുലം മക്കള് എൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക,
ഗുരുകുലം കുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ, കുട്ടികളോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. മക്കൾ ആരായാലും അവരോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അതിവിടെ ശാന്തി മാതാജി പറയും, വന്ന മാതാജിയാണ് ഈ 2 മക്കളെയും ചീത്തയാക്കണേന്ന്. ശാന്തി മാതാജിയുടെ മക്കള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് ചിലപ്പോൾ അവര് സമ്മതിച്ചില്ല, ശാന്തി മാതാജിയും ഹസ്ബൻഡും സമ്മതിച്ചില്ലെങ്കിൽ വേഗം കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരാം, ആൻറ്റി ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം എന്ന് പറയും. എന്നിട്ട് മാതാജി പറയും, മാതാജി ഇങ്ങനെ വളം വെച്ച് കൊടുത്തോ 2 എണ്ണത്തിന്, മാതാ 2 എണ്ണം ഇങ്ങനെ ആവണേന്ന് പറയും. കുഞ്ഞുങ്ങളല്ലേ, അവര് നമ്മളുടെ അടുത്തല്ലേ സന്തോഷമായിട്ടിരിക്കും, അവര് വേറെ എവിടെ സന്തോഷമായിട്ടിരിക്കാനാ? നമ്മളൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്തിരുന്നപ്പം എത്ര ഹാപ്പി ആയിരുന്നു. എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. നമ്മളൊന്നും അറിയാതെ ജീവിച്ചൊരു കാലഘട്ടം അല്ലേ. അതേസമയം നമ്മൾ കുറച്ച് മുതിർന്ന് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിലേക്ക് വന്നപ്പം കുറച്ചു നേരം കിടക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ പറ്റില്ല. അപ്പം നമ്മൾ രക്ഷിതാക്കൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മളുടെ മക്കൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ കുട്ടികൾക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവരുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ലൈക്ക് ഇപ്പം പാരൻസ് തമ്മിലൊന്ന് ഇടിപിടിക്കുകയാണെങ്കിൽ പോലും ബഹളം വയ്ക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരാരും ഇല്ല. പക്ഷെ അത് മക്കളെ കാണിച്ചുകൊണ്ട് വേണ്ട. നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പം ദാ പോയി ദാ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും തീരും. പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് ഒരുപാട് വേദന ഉണ്ടാക്കും. അത് വലിയ കുട്ടികളായാലും ശരി, ചെറിയ കുട്ടികളാണെങ്കിലും ശരി, അവരാണ് നമ്മളുടെ അസറ്റ് അല്ലെ. നമ്മുടെ അച്ഛനമ്മമാരെന്ന് പറയുമ്പോൾ നമുക്ക് എന്നും ഒരു വീക്ക്നെസ് ആണ്, അതേപോലെയല്ലേ അവരും. അപ്പം അതുകൊണ്ട് അവരെ എനിക്ക് സങ്കടപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ മക്കള് നിങ്ങൾക്കറിയാം, അവരെക്കുറിച്ച് പറയാൻ ക്ലാസ് എടുത്ത് തീരില്ല, എന്നാലും പറയാണ് ഉമ്മ. അപ്പം അവരെങ്ങനെയാന്ന് വെച്ചാൽ വേദയ്ക്ക് കൊടുത്താട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ, ഇപ്പം ഗുരുവായൂർ ഒക്കെ പോവുകയാണെങ്കിൽ ചോദിക്കും, മക്കൾ ചോദിക്കും, കുഞ്ഞു മക്കൾ മുതലുണ്ട്, മാതാജി ഗുരുവായൂർ എത്തിയോ, ഉണ്ണിക്കണ്ണനെ കണ്ടോ, മാതാജി ഭക്ഷണം കഴിച്ചോ, ഇപ്പം എവിടെയാ ഉള്ളത്, ചെന്നൈയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയോ, ഇങ്ങനെയൊക്കെ അന്വേഷിക്കും. ഒരു കോടി ജനങ്ങൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ മക്കളെ എനിക്കോട് വേദനെ, പിന്നെ ദേവൂട്ടീനെ, പിന്നെ ദേവുവിൻ്റെ അനിയനെ, പിന്നെ വേറൊരു മോനെ, അങ്ങനെ 4 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ മക്കളെ ആരും ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. എന്നിട്ട് പോലും ഈ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. എന്തോ എനിക്കറിയില്ല, അവർ വല്ലാത്ത എന്തൊരു ഡിസിപ്ലിനാണെന്നറിയാം ആ ഗ്രൂപ്പില്. ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് ഷൈനി മാതാജിയാണ്. എന്നിട്ട് ഷൈനി മാതാജി അറിയാം, മക്കൾ കിടന്ന് ഉറങ്ങുക, 10 മണിയായില്ലേ, മാതാജി എവിടെയെങ്കിലും തിരക്കിലായിരിക്കും, വന്നാൽ ഞങ്ങൾ മെസ്സേജ് ഇടുന്നു. എന്നിട്ട് പോലും ഇവരാരും കാണാതെ രാത്രി മെസ്സേജ് ഇടും ഗ്രൂപ്പിൽ, മാതാജി ഉറങ്ങിയോ, മാതാജി വീട്ടിലെത്തിയോ. അത് ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. നിഷ്കളങ്കമായിരിക്കുന്ന ആ ഹൃദയത്തിൽ നിന്നുള്ള ആ ചോദ്യം ഉണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് അങ്ങോട്ട് എന്താ പറയാ മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം ഞാൻ പെരിയമ്പലത്ത് പോയപ്പം എത്ര മക്കളെന്നറിയോ, ഞാൻ സ്കന്ദപുരാണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം, കുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് എൻ്റെ സൈഡിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അവരെന്തൊക്കെയോ പറഞ്ഞാൽ അവരെന്തൊക്കെയോ കളിക്കുന്നു. അപ്പോൾ കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ഇറങ്ങി എന്താ അതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ല, അത് ക്ലാസ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ, അവരുടെ അമ്പലമുറ്റാണത്, ഇവിടെ ഇരിക്കുന്ന ബാലമുരുകനാണ്, അവർ കളിക്കട്ടെ, അവര് ആനന്ദിക്കട്ടെ. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ അമ്പലത്തിൽ പോയിട്ട്, എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം, ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ മുഴുവൻ മണലായിരുന്നു അവിടെ, ആ മുറ്റത്തൊക്കെ ഫുൾ. ഇപ്പോഴാണ് കുറച്ച് ഇങ്ങനെ തറയൊക്കെ കെട്ടി ഒരു ഇതായത്. പക്ഷെ അന്ന് ആ മണ്ണില് ഞങ്ങൾ വൈകിട്ട് 4 മണിയാകുമ്പോൾ അമ്പലം തുറക്കുമ്പം ഓടിക്കളിക്കുകയും പൂ പറിക്കുകയും അവിടെയുള്ള ഇങ്ങനെ പേപ്പറുകൾ അതൊക്കെ ഉണ്ടാവുമല്ലോ, ചന്ദനത്തിൻ്റെ പാക്കറ്റ്സ്, അതൊക്കെ എടുത്ത് മാറ്റുകയും 7, 7:30, 8 മണിയായാലും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവില്ല. എന്നിട്ട് അമ്മയൊക്കെ പറയും, എന്താ അറിയാം, അവളെവിടെ ആൺകുട്ടീനെ പോലെ ആ അമ്പലപ്പറമ്പിൽ കളിക്കുന്നുണ്ടോ. എൻ്റെ ഏട്ടനാണെങ്കിൽ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടാവും 6 മണിക്ക്. എന്നിട്ട് അച്ഛൻ പറയാം, അവൾ അമ്പലമുറ്റത്തുണ്ടാവും. ഞങ്ങളൊരു ഗ്രൂപ്പ് കുട്ടികളുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും അവിടെ കളിക്കുകയും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ അമ്പലത്തിൽ പോകുമ്പം അങ്ങനെ ഒരു കുട്ടികളെ എനിക്ക് അവിടെ കാണാൻ കിട്ടില്ല. കാരണം എല്ലാവരും മൊബൈലിൽ അഡിക്ഷനാണ്. കുറച്ച് മക്കളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ടാവും എന്നല്ലാതെ ഞങ്ങൾ എൻജോയ് ചെയ്ത പോലത്തെ ആ ഒരു മൊമെന്റ്സ് ഇപ്പം അവിടെ ഇല്ല, തീരെ ഇല്ല. അതുപോലെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു 6-7 അമ്പലങ്ങളെങ്കിലും ചുറ്റുവട്ടത്തുണ്ടാവും. മോനാരി ക്ഷേത്രം, പറമ്പത്ത് ദേവി ക്ഷേത്രം, അതുപോലെ പുത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രം, പുതിയാപ്പ ടെമ്പിള്, പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം, പിന്നെ കുറുമ്പ ഭഗവതി ക്ഷേത്രം, അങ്ങനെ ഒരു 6-7 ടെമ്പിൾസിന്റെ നടുക്കായിട്ടാണ് എൻ്റെയൊക്കെ വീട്. ഈ അമ്പലങ്ങളിലെല്ലാം തന്നെ ഉത്സവം ഉണ്ടാവും, അന്നദാനം ഉണ്ടാവും. എല്ലാ ആ സമയത്തും ഹാഫ് ഡേ ലീവാ സ്കൂളിൽ. ഞങ്ങളൊരു 10-12 പിള്ളേർ ഒരുമിച്ച് ഹാഫ് ഡേ ലീവ് എടുത്ത് വരും. കാരണം എന്താ, അമ്പലത്തിൽ അന്നദാനം ഉണ്ട്,
അത് മിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചോറ് കഴിക്കുക എന്നുള്ളതിലുപരി ആ ഒരു ആനന്ദം അതൊരിക്കലും നമുക്ക് വേറെ ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. തിറയുണ്ടാവും, പിന്നെ രാത്രി 1 മണിക്കൊക്കെ കണലാട്ടം എന്നൊക്കെ പറയുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. എന്നുള്ളവർക്ക് അറിയുമെന്നറിയില്ല, പഴയ ആളുകൾക്ക് അറിയാം. തീയിലിങ്ങനെ തിറ ചാടുന്ന അതുണ്ടാവും. എന്നിട്ട് തിറയെ നമ്മൾ കൂകി വിളിച്ചാൽ ഈ തിറ നമ്മൾ ഓടിക്കും. അതറിയാമോ? തിറ ഓടിച്ചിട്ട് നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ കരി തേക്കും. ഞങ്ങൾ കുട്ടികൾ ഓടും തിറനെ കൂകി വിളിച്ചിട്ട്, നമ്മളെ പിന്നാലെ ഓടി വരും. അത് ആ തിറ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ഇങ്ങനെ വേഷം കെട്ടി തെയ്യം പോലെയുള്ള. അയ്യോ, അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ് ചെയ്യുന്നു. പിന്നെ അവിടെയുള്ള കുറേ ടോയ്സ്, ബലൂൺസ്, ഒരു മങ്കിയുടെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. മങ്കിയുടെ ബലൂണ്, പന്തം, ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറക്കുന്നത്, പിന്നെ ഒരു സ്റ്റിക്കിന്റെ മുകളിൽ കുരങ്ങനെ ഇങ്ങനെ ചാടി 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 കയറുന്നത്, പിന്നെ കുറെ കളർ മിഠായി, ഇങ്ങനെ ചുറ്റി 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 ഇടുന്ന കുപ്പിവള, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഭയങ്കര ഇഷ്ടങ്ങള്. ഇതൊക്കെ അച്ഛനോട് എങ്ങനെയെങ്കിലൊക്കെ, അച്ഛാ 10 രൂപ, അച്ഛാ 20 രൂപ അച്ഛ, എന്നിട്ട് ഒരു വട്ടം പോയി ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട്, ആ മാമ ഒരു 10 രൂപ, അമ്മമ്മ ഒരു 10 രൂപ, അച്ഛച്ച ഒരു 20 രൂപ, എല്ലാരോടും കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് 5 രൂപ 10 രൂപ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് അമ്പലപ്പറമ്പ് അങ്ങ് എന്താ പറയാ, ഭയങ്കരമായിട്ട് സി അമറൊക്കെ നമ്മളുടെ വീടിൻ്റെ അടുത്ത്, അമറും ഒക്കെ ഈ അമ്പലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്, എൻ്റെ അമറിന്റെ വീടൊക്കെ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഡിഫറൻസിലാണ്. അമറൊക്കെ എപ്പോഴും അമ്പലത്തിലുണ്ടാവും ഉത്സവത്തിനൊക്കെ. എനിക്ക് ഡിസ്കണക്ട് ആയതാണ്. ശരിക്കും ഇതൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഭയങ്കര ഓർമ്മകളാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ കുട്ടികൾ അതൊന്നും അനുഭവിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അവർ തോറ്റു പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ അവർ മിസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇപ്പോഴും എൻ്റെ ഗുരുകുലത്തിലെ കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ആ ഒരു ഇതിൽ തന്നെ അവർക്ക് കുറേ കഥകൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ആ ഒരു പഴയ കാലഘട്ടം എന്താണെന്ന് പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. അതിലൊരാളാണ് എൻ്റെ വേദ. സോ എൻ്റെ മക്കള് ഏതെങ്കിലും തരത്തിൽ എന്നെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കണം എന്നാണെങ്കിൽ അത് കുട്ടികളിലൂടെയാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും പറയും, വീട്ടിൽ ആര് പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ ആ ലച്ചുവിനോട് പറ, ലക്ഷ്മി പറഞ്ഞാൽ കേൾക്കും എന്നാ പറയും. എൻ്റെ മോനും അതുപോലെയാ. എന്താര് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത, ഇല്ല അച്ഛൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാനത് ചെയ്യില്ല അച്ഛൻ, എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വേണ്ട എനിക്ക് പറ്റില്ല അമ്മേ, ഞാൻ അപ്പം പോകില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊന്നും മാറിയാൽ അമ്മമ്മ പറയുന്നോട്, എന്താ അമ്പിളി പറഞ്ഞാൽ അനുസരിക്കാത്ത. ഞാൻ പറയാം എന്നെ കൊണ്ട് ഇപ്പം പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അച്ഛൻ പറയും, ലക്ഷ്മി ഇവിടെ വാ, അച്ഛൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ നീ മമ്മിനോട് പോയിട്ട് പറയും ഇങ്ങനെ. അപ്പം അവള് വരും, മമ്മ പോക, അപ്പം അന്നാ മക്കള് പോയിട്ട് റെഡിയാക്കാം, നമുക്ക് പോകാറ്. കുട്ടികൾ നമ്മളെ അങ്ങ് വല്ലാതെ ഇൻസ്പയർ ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ എൻ്റെ വേദ, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രീ ശങ്കരാചാര്യരുടെ കഥ പറയാണ്. വേദക്കുട്ടി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ശങ്കരാചാര്യർ തോടകാചാര്യൻ എന്ന് പറയുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. തോടകാചാര്യൻ. ഓക്കെ, ഈ കാലത്തില് ഗിരി എന്നൊരു പേരുള്ള ബ്രാഹ്മണകുമാരൻ. എന്താ ബ്രാഹ്മണകുമാരൻ? ഇപ്പൊ വേദ കേൾക്കുന്നതുകൊണ്ട് ഞാൻ ഗുരുകുലത്തിൽ ക്ലാസ് എടുക്കുന്ന പോലെ എടുത്തു പോവാണ്. എനിക്ക് തോന്നുന്നു വേദയെ പോലെ വേറെ എനിക്കറിയാത്ത കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടാവും മേ ബി. അപ്പം ഞാൻ അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ വേദ, നമ്മളെ ഗുരുകുലം സ്റ്റൈലിൽ മാതാജി ക്ലാസ് എടുത്ത് പോവാം. അയ്യോ കഷ്ടമാടാ, കിച്ചൂട്ടനെയും രാധാറാണിയെയും കാണിക്കാം, പക്ഷെ ഇവിടെ മൊത്തം ക്ലീനിങ് ആണ് അവരുടേത്. സി പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചുണ്ടോ, വിളക്കും പാത്രങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾക്കുള്ള ബുക്സ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഓരോരോ പാത്രങ്ങളായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ മൊത്തത്തിലൊരു ക്ലീനിങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വേദക്കുട്ടിക്ക് വേണ്ടിയിട്ടും മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഗുരുകുലം ക്ലാസ് പോവാം. ഓക്കെ, അങ്ങനെ ആ കാലത്ത് ഗിരി എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണ കുമാരൻ, ബ്രാഹ്മണ കുട്ടി, ആ കുഞ്ഞിനെയാണ് കുമാരൻ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രാഹ്മണ കുമാരൻ ആചാര്യന്മാരുടെ അന്തേവാസിയായി തീർന്നു. അന്തേവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം താമസിക്കുന്നവര്. അങ്ങനെ ഈ ബ്രാഹ്മണ കുമാരനും ആരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി? നമ്മുടെ ഈ ആചാര്യന്റെ, ശങ്കരാചാര്യരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. അന്തേവാസി എന്ന് പറഞ്ഞാൽ കൂടെ താമസിക്കുക, ഒപ്പം താമസിക്കുന്നവര്. ഓക്കെ, അദ്ദേഹം നിരക്ഷരനാണ്. നിരക്ഷരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്. അപ്പം നിരക്ഷരം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അപ്പൊ അദ്ദേഹത്തിന് അത്രയ്ക്ക് എഡ്യൂക്കേഷൻ ഇല്ല, വിദ്യാഭ്യാസം ഇല്ല, അറിവൊന്നുമില്ല, പാണ്ഡിത്യമൊന്നുമില്ല. ഓക്കെ,
എങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര ശ്രദ്ധയാണ്. ഈ ഗിരി എന്ന് പറയുന്ന ബ്രാഹ്മണകുമാരന് ആചാര്യന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്താലും അത് ഭയങ്കര ശ്രദ്ധയോടുകൂടി കേൾക്കും. ആചാര്യരുടെയും മറ്റു ശിഷ്യന്മാരുടെയും ഭയങ്കരമായ അറിവ് കണ്ടപ്പോ ഗിരിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്താ, ഗിരിക്ക് വലിയ അറിവില്ലല്ലോ, അപ്പൊ പാവല്ലേ, അദ്ദേഹത്തിന് അറിവില്ല. ആചാര്യനും ആചാര്യന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് ഭയങ്കര അറിവാ. ഇത് കണ്ടപ്പം നമ്മുടെ ഗിരിക്ക് ഭയങ്കര സങ്കടായി. അങ്ങനെ ആചാര്യനെ ശുശ്രൂഷിക്കാൻ, കെയർ ചെയ്യാൻ ആർക്കിഷ്ടണ്ടായിരുന്നു? നമ്മുടെ ഗിരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആചാര്യനെ ഗിരിന്റെ ഗുരുവാണല്ലോ, ടീച്ചറാണല്ലോ. അപ്പൊ ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക, ടീച്ചർ പറയുന്നത് പോലെ കേൾക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണത്. ഓക്കെ, ഒരു സ്റ്റുഡന്റിന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കുക, അതുപോലെ അവരുടെ ടീച്ചർ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഗിരി എന്ന് പറയുന്ന ബ്രാഹ്മണകുമാരന് ആചാര്യൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഗുരുവിനെ നന്നായി സംരക്ഷിച്ച് സൂക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ്, ഗുരുവിനെ അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് ആര് മനസ്സിലാക്കി? നമ്മുടെ ഗിരി മനസ്സിലാക്കി. ഗുരുവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ, ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് നമ്മുടെ ഗിരി തിരിച്ചറിയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? മൃദുഭാഷിയായിരുന്നു. മൃദുഭാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ സംസാരിക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൂ ഹി എന്ന് പറഞ്ഞ് എടുത്തു ചാടിയൊന്നും സംസാരിക്കാതെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൃദുഭാഷി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗിരി മൃദുഭാഷിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുക. അല്ലാതെ എടുത്തു ചാടിയൊന്നും ആര് സംസാരിക്കില്ല? ഗിരി സംസാരിക്കില്ല. ഓക്കെ, അങ്ങനെ ഗിരി ആണെങ്കിലോ ഭയങ്കര വിനീതനാണ്, ഉത്സാഹിയാണ്. ഭയങ്കര വിനീതമായിട്ടേ ഗിരി സംസാരിക്കൂ. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തൊന്നും ഗിരി സംസാരിക്കില്ല. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ஜெயண்ணா ஜெயண்ணா இப்போ சஞ்சு அங்க வந்திருக்காங்க, பையன் வந்திருக்கு, என்னோட பிரதரும் வந்திருக்காங்க அண்ணா. ஆமா, உங்களை ஃபோன் பண்ணேன், கிடைக்கல, அதனால்தான். ஓ, நோ ப்ராப்ளம், சாரி அண்ணா. இப்போ அவங்க வந்துரு அவங்கக்கிட்ட தெரியல அண்ணா, அவங்க இப்போதான் இங்கேருந்து கிளம்புனது. கொஞ்சம் கேட்டு பார்க்குறீங்களா அண்ணா? வந்து உங்களை கேட்பாங்க, நான் சொல்லியிருக்காங்க அண்ணா. ஓகே, ஓகே அண்ணா, ரொம்ப தேங்க்ஸ். ஆமாம் 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 அண்ணா, ஆமாம் ஆமாம், அதே தான். அதுவும் வேற ஏதோ கேட்குறாங்க, என்னன்னு எனக்கு தெரியல. சஞ்சுட்ட கேட்டால் அவன் சொல்லிடுவாங்க அண்ணா. ஓகே அண்ணா, தேங்க்ஸ் அண்ணா. சரி அண்ணா, தேங்க்ஸ், பை. വിനോദേട്ടാ, ജയപാലണ്ണൻ അവിടെ ഉണ്ട്. നിങ്ങളോട് ജയപാലണ്ണനെ ചോദിച്ചാൽ മതി, അണ്ണൻ അവിടേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിനോദ് കുമാർ എം, നമ്മുടെ വിനോദ് പ്രഭു, പുള്ളി ലൈവിൽ വന്നുകൊണ്ട് ഉപകാരമായി. ജയപാലണ്ണൻ വന്നിട്ടുണ്ട്, ഫോൺ ഉള്ളിലായിരുന്നു, അപ്പം അദ്ദേഹത്തിനൊന്ന് കണ്ടോളൂ കേട്ടോ. അങ്ങനെ വളരെ മൃദുഭാഷിയായ, വിനീതനായ, നല്ല ഉത്സാഹമുള്ള നമ്മുടെ ഗിരി എന്ത് ചെയ്തു? ആചാര്യൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരി പോയിട്ട് ശ്രദ്ധയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ കേൾക്കും. എന്താണ് ആചാര്യൻ പഠിപ്പിക്കുന്നത് ഈ ശിഷ്യന്മാരെന്ന് ഓർത്തിട്ട്. പാവല്ലേ നമ്മുടെ ഗിരി മാറി നിന്നിട്ട് ആചാര്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതെല്ലാം നല്ല ഇൻട്രസ്റ്റോടെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം എന്തായി? ആചാര്യൻ എന്ത് ചെയ്തു? ഗുരുപ്രണാമമൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആചാര്യൻ എന്താ ഏതാന്നൊന്നും ആചാര്യന് മനസ്സിലാവുന്നില്ല. ജയപാലണ്ണനോട് ചോദിച്ചാൽ മതി വിനോദേട്ടാ. അങ്ങനെ ഇങ്ങനെ നോക്കുക ആചാര്യൻ. ഗുരുപ്രണാമം എല്ലാം കഴിഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ചുറ്റുപാട് നോക്കുക. അപ്പോൾ ശിഷ്യന്മാർ നോക്കുമ്പോൾ ആചാര്യൻ ഒന്നും പറയുന്നില്ല. നെറ്റിന്റെ ഇഷ്യൂ ആണ്, വേറെ ഒന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നത്. അങ്ങനെ ശിഷ്യന്മാർ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഷോക്കായിട്ട് നോക്കുക. എന്താ ആചാര്യനൊന്നും മിണ്ടാത്തത്, എന്താ ഒന്നും പറയാത്തത്? അല്ലെങ്കിൽ എപ്പോഴും പെട്ടെന്ന് ക്ലാസ് തുടങ്ങുമല്ലോ, പക്ഷെ ആചാര്യനൊന്നും പറയുന്നില്ല. അപ്പോ പത്മപാദര്, അതാരാന്നറിയാലോ, നമ്മുടെ ആചാര്യന്റെ ഫസ്റ്റത്തെ ശിഷ്യൻ പത്മപാദര്. അദ്ദേഹം ഇങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് പേടിയോടെ ബഹുമാനത്തോടെ ആചാര്യനോട് ചോദിച്ചു,
എന്താ ആചാര്യ ക്ലാസ് തുടങ്ങാത്ത, കുറേ സമയമില്ല അങ്ങ് ഇങ്ങനെ ഇരിക്കുന്നു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ആചാര്യൻ പറഞ്ഞു, ഗിരി വന്നില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ക്ലാസ് തുടങ്ങാത്തേന്ന് പറഞ്ഞു. അപ്പോ പത്മപാദര് പറഞ്ഞു, ആചാര്യ അതിന് ഗിരി വരാൻ ഗിരിക്കൊന്നും മനസ്സിലാവില്ലല്ലോ, അവൻ അത്രയ്ക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് അവന് മനസ്സിലാവില്ലല്ലോ ആചാര്യ എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നില്ലെങ്കിലും ഭയങ്കരം ശ്രദ്ധയോട് കൂടിയാണ് അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ അത് പ്രശ്നമല്ല, പക്ഷെ അവൻ ഭയങ്കര ശ്രദ്ധയോട് കൂടിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് നദിയില് ആചാര്യന്റെ വസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്ന ഗിരിക്ക് പെട്ടെന്നൊരു ബോധം വന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഗുരുഭക്തിയാണ്. ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാർ എന്തെങ്കിലും നമ്മളെ കാണുന്നില്ല അല്ലെ വിളിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ഇത് വരും, അയ്യോ അച്ഛൻ എന്നെ ആലോചിക്കുന്നുണ്ടോ, അമ്മ ആലോചിക്കുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. അതുപോലെ അത് ആ വ്യക്തിയോടുള്ള നമ്മുടെ ഭയങ്കരമായ ഇഷ്ടം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മനസ്സ് കണക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ ഈ ഗിരിക്ക് പെട്ടെന്ന് തോന്നി, ആചാര്യനെ കുറിച്ച് പെട്ടെന്നൊരു ചിന്ത തോന്നി. അദ്ദേഹമാണെ ആ സമയത്ത് നദിയിൽ ഇങ്ങനെ ആചാര്യന്റെ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പെട്ടെന്നൊരു തോന്നലുണ്ടായി. അത്രയും എന്താണ്, ഈ ഗിരി ആചാര്യനുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ ഗ്രഹണധാരണങ്ങൾക്കുള്ള സാമർഥ്യവും ഗുരുഭക്തിയും, അതായത് ശ്രദ്ധ, ഗുരു എന്ത് പഠിപ്പിക്കുന്നോ അതിലുള്ള ശ്രദ്ധയും ആ ഗുരുവിനോടുള്ള ഭക്തിയും കൊണ്ടാണ് ഒരാള് വിദ്യാലാഭത്തിന് അധികാരിയായി തീരുന്നത്. മനസ്സിലായില്ലേ? ഒരു ഗുരുവിനോട് നല്ല ഒരു ഭക്തിയുണ്ട്, ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യ ലഭിക്കുന്നത്. ആ വ്യക്തിയാണ് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്നത്. ഉപദേശം മനസ്സിലാക്കാൻ, ഇപ്പൊ ഒരു ഗുരു ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാമർഥ്യം ഇല്ലാത്തവനും ഗുരുവിനോടും അദ്ദേഹത്തിന്റെ ഉപദേശത്തിനോടും ശ്രദ്ധയില്ലാത്തവനും ഉപദേശ സ്വീകരണത്തിന് അധികാരം ലഭിക്കില്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ആര് പഠിപ്പിക്കുന്നോ ആ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് നമുക്കൊരു ഇഷ്ടം വേണം, ബഹുമാനം വേണം, അവരെന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അവരെയാണ് നല്ല സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗ്രഹണ സാമർഥ്യം 2 വിധത്തിലാണ്. ഗ്രഹണ സാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്താ, കേൾക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ആ സാമർഥ്യം, ആ കഴിവ്, അത് 2 വിധത്തിലുണ്ടെന്നാ പറയുന്നത്. എന്താണ്? ലൗകികവും ശാസ്ത്രീയവും ബുദ്ധിയും സംസ്കൃത ഭാഷാജ്ഞാനവും ഉണ്ടായിരുന്നാൽ വിദ്യാഗ്രഹണത്തിന് ലൗകിക സാമർഥ്യം ഉളവാകും. അതായത് മെറ്റീരിയലിസ്റ്റിക്, ഈ നമ്മൾക്ക് പോകാനും വരാനും ഇരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടെന്ന് കരുതാം. ഇപ്പൊ പലർക്കും സ്കൂളിൽ പോകാനൊന്നും പല സൗകര്യങ്ങളില്ല, പക്ഷെ ചിലവർക്കാണെങ്കിലോ വീട്ടിന്റെ മുമ്പിൽ വാൻ വരും, കയറി പോകാം. അപ്പോൾ നമ്മൾക്ക് പോകാനുള്ള, പഠിക്കാനുള്ള സാഹചര്യവും ശാസ്ത്രീയമായിരിക്കുന്ന, ഇപ്പം എന്താ പറയാ, പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ സ്കെയില്, അങ്ങനെ പല പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, സാധനങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണം അല്ലെ. അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം വന്നു കഴിഞ്ഞാലോ ബുദ്ധിയും വേണം നമുക്ക് പഠിക്കാൻ. എല്ലാം ഉണ്ടായിട്ട് നമുക്ക് പഠിക്കാൻ ഒരു ബുദ്ധി ഇല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. അപ്പൊ ബുദ്ധിയും സംസ്കൃത ഭാഷാജ്ഞാനവും, അപ്പൊ ഇത് പഴയ കാലത്തിലെ കാര്യമായതുകൊണ്ടാണ് സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞത്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലോ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, അങ്ങനെ ഓരോ ഭാഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നാല് വിദ്യാഗ്രഹണത്തിന്, അതായത് പഠിക്കാൻ വേണ്ടി, ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പഠിക്കണമെങ്കിൽ നമുക്ക് എന്താവും, ലൗകികമായ ഒരു സാമർഥ്യം ഉണ്ടാവും. എനിക്ക് പഠിക്കണം, 100ൽ 100 മാർക്ക് വാങ്ങണം, എനിക്ക് ഹയസ്റ്റ് മാർക്ക് വാങ്ങണം, എനിക്ക് ടോപ്പർ ആവണം, അങ്ങനെയുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. എന്നാൽ ശാസ്ത്രാനുസാരണമുള്ള സംസ്കാരാദികൾ ഇല്ലെങ്കിൽ വിദ്യാഗ്രഹണത്തിന് ശാസ്ത്രീയ സാമർഥ്യം ഉണ്ടാവില്ല. അതായത് നമ്മൾക്കിപ്പം പഠിക്കാൻ ഒരു സൗകര്യവും ഇല്ല എന്ന് വെക്കുക, എങ്കിലും നമ്മുടെ മനസ്സ്, ആ മനസ്സ് നമ്മൾക്ക് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്, എനിക്ക് മുന്നോട്ട് വരണം, പഠിക്കണം, എനിക്ക് ജീവിതത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉയരണം എന്നൊരു ചിന്താഗതി ഇല്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. ബുദ്ധിയും ഭാഷാജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഗിരിക്ക് പഠിക്കാനുള്ള സാമർഥ്യം ഉണ്ടായത്. ഗിരിക്ക് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. ഗുരു എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് എന്തുകൊണ്ടാ, ബുദ്ധി കൊണ്ടാ. ബുദ്ധി ഉണ്ടായാലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ, ശ്രദ്ധിച്ചാലേ നമുക്ക് ബുദ്ധി ഉണ്ടാവും. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ
ഉപനയനാദികൾ നടന്നിരുന്നത് കൊണ്ട് വൈദികോപദേശ ഗ്രഹണത്തിനുള്ള ശാസ്ത്രീയ സാമർഥ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രാഹ്മണന്മാരാകുമ്പോൾ അവർക്ക് ഉപനയനം എന്ന് പറഞ്ഞ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നടത്തിയത് കൊണ്ട് അവന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ നല്ല ഗുരുഭക്തിയാകുന്ന ശ്രദ്ധ കൊണ്ടാണ് അവൻ എന്ത് കിട്ടിയത്? നല്ല ബുദ്ധി കിട്ടിയത്. ഗുരു എന്ത് പറയുന്നു എന്നുള്ളത് ഭയത്തോടെ ബഹുമാനത്തോടെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ആ കുട്ടിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതും പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായതും. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഗുരുഭക്തിയുടെ മാഹാത്മ്യം, ഗുരുവിനെ ഭക്തിയോടുകൂടി നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, മാഹാത്മ്യം എന്താണെന്ന് മറ്റുള്ള ശിഷ്യന്മാരും ആരിൽ നിന്ന് പഠിക്കുന്നു? നമ്മുടെ ഗിരിയിൽ നിന്ന് പഠിക്കുന്നു. മറ്റുള്ള ശിഷ്യന്മാർക്കെല്ലാം എല്ലാ സൗകര്യവും ഉണ്ട് പഠിക്കാൻ. ഗുരുവിന്റെ അടുത്ത് വന്നിരുന്ന് മുഖത്ത് നോക്കി അവരതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഗിരിയെ പോലെ അത്ര ശ്രദ്ധയിൽ അവരിയ്ക്കുന്നില്ല. അപ്പൊ ഗുരുവിനോടുള്ള റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ ഗിരിയെ പോലെ ഒരു വലിയ ശിഷ്യനാവാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ ഗുരുവിനോടുള്ള ഭക്തിയോടുള്ള ആ മാഹാത്മ്യം, ആ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മളിവിടെ ഗിരിയുടെ ജീവിതത്തിലൂടെ പഠിക്കുന്നത്. അങ്ങനെ ബുദ്ധിശൂന്യൻ എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും അവഗണിക്കരുത്. നീ മണ്ടനാണ്, നിനക്ക് പഠിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നിനക്ക് പഠിക്കാൻ കഴിവില്ല, നിനക്ക് ബുദ്ധിയില്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ആരെയും നമ്മൾ അവോയ്ഡ് ചെയ്യരുത് എന്നാണ് ഗിരിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെ ആചാര്യൻ എന്ത് ചെയ്തു? മറ്റു ശിഷ്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുന്നു. ഗിരി മാറി നിന്നിട്ട് എൻ്റെ തുണി കഴുകുകയാണെങ്കിലും അവൻ ശ്രദ്ധയോടുകൂടി ഞാൻ നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാണ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ആ ശ്രദ്ധയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ അത് സർവവിദ്യാസ്ഫുരണം, അതായത് എല്ലാ വിദ്യകളെയും പഠിക്കാനുള്ള ഒരു മനസ്സ് ഗിരിക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ട് ആരെ അനുഗ്രഹിക്കുകയാണ്? നമ്മുടെ ശങ്കരാചാര്യർ ഗിരിയെ അനുഗ്രഹിച്ചു. ആശീർവാദദാതാവിന്റെ ശക്തി കൊണ്ട് എന്ന് വെച്ചാല് ആരാണോ അനുഗ്രഹിക്കുന്നത്, ആരവിടെ അനുഗ്രഹിക്കുന്നത്? നമ്മുടെ ശങ്കരാചാര്യർ. ആരെയാണ് അനുഗ്രഹിക്കുന്നത്? ഗിരി എന്ന് പറയുന്ന ശിഷ്യനെ. അപ്പൊ ഗിരിയെ നമ്മുടെ ശങ്കരാചാര്യർ അനുഗ്രഹിച്ചത് കൊണ്ട്, ബ്ലസ് ചെയ്തത് കൊണ്ട് എന്തുണ്ടായി? ഗിരിക്ക് എല്ലാ അറിവുകളും കിട്ടി. അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആയി മാറി. ചിലപ്പോ ആ ഒരു ആശീർവാദം കിട്ടുന്ന ശക്തി കൊണ്ട് എന്തുണ്ടാവും? ഉദ്ദേശസിദ്ധി ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മളെ ടീച്ചേഴ്സിനോട് എന്ത് വാങ്ങണം? ബ്ലെസ്സിങ്സ് വാങ്ങണം, അനുഗ്രഹം വാങ്ങണം. അല്ലാതെ നമ്മൾ ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കാതിരിക്കരുത്, അവരെ ബഹുമാനിക്കാതിരിക്കരുത്. അവര് ഹോംവർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ചെയ്തിട്ട് വരണം, അവര് പഠിച്ചിട്ട് വരാൻ പറഞ്ഞാൽ പഠിച്ചിട്ട് വരണം, എഴുതിയിട്ട് വരാൻ പറഞ്ഞാൽ എഴുതിയിട്ട് വരണം. എപ്പോഴും നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്താവും? നമ്മുടെ ജീവിതത്തില് നമ്മള് ഒരുപാട് വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് നമ്മൾ എത്തും. ഓക്കെ, ഇവിടെ എന്താണ്? രണ്ടും സംഭവിച്ചു. ആശീർവദിച്ച നമ്മുടെ ശങ്കരാചാര്യരുടെ അനുഗ്രഹം ആർക്ക് ലഭിച്ചു? നമ്മുടെ ഗിരിക്ക് ലഭിച്ചു. അപ്പൊ ഗിരി എവിടെ എത്തി? വലിയ ഉയർന്ന ഒരു നിലയിലേക്ക് എത്താൻ ഗിരിക്ക് സാധിച്ചു. അങ്ങനെ ഗിരിയുടെ ജന്മസിദ്ധമായിരിക്കുന്ന, ഗിരിക്ക് അത്രയ്ക്ക് അറിവില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ, അക്ഷരാഭ്യാസം എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാണല്ലോ ഗിരി മാറി നിന്നത്. അപ്പൊ അങ്ങനെ ജന്മനാ ഉള്ള ആ ഒരു വിഷമം പെട്ടെന്ന് തന്നെ മാറി. എന്തുകൊണ്ടാ മാറിയത്? ഗിരിയുടെ ആചാര്യനായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന, ടീച്ചറായിരിക്കുന്ന നമ്മുടെ ശങ്കരാചാര്യരുടെ അനുഗ്രഹം ആർക്ക് കിട്ടി? നമ്മുടെ ഗിരിക്ക് കിട്ടിയത് കൊണ്ടാണ് ഗിരിക്ക് ആ ഒരു ജനിച്ചപ്പോഴേ ഉള്ള അറിവില്ലായ്മ എല്ലാം മാറിയത്. അങ്ങനെ ഗുരുവിന്റെ കൃപയാൽ, അതായത് ടീച്ചറിന്റെ അനുഗ്രഹം കൊണ്ട് ഗിരി ബ്രഹ്മവിദ്യക്ക് അധികാരിയായി മാറി. ആ കാലത്തിലെ ബ്രഹ്മവിദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അറിവാ, ഇന്നും അതെ. പക്ഷെ ആ ബ്രഹ്മവിദ്യ പഠിക്കാൻ ആർക്ക് ഭാഗ്യം ലഭിച്ചു? നമ്മുടെ ഗിരിക്ക് ലഭിച്ചു. എന്തുകൊണ്ടാ ലഭിച്ചത്? നമ്മുടെ ഈ ആചാര്യൻ, ഗിരിയുടെ ടീച്ചറായിരിക്കുന്ന ആചാര്യനെ അനുസരിച്ചത് കൊണ്ട്, മനസ്സിലാക്കിയത് കൊണ്ട്, ബഹുമാനിച്ചത് കൊണ്ട്. അപ്പൊ എന്ത് വേണം വേദ? നമ്മളുടെ ടീച്ചേഴ്സിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം, പറഞ്ഞാൽ അനുസരിക്കണം. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന്റെ
ഹൃദയാന്ധകാരം ബ്രഹ്മവിദ്യാ പ്രകാശത്താൽ എന്തായി? സമുജ്വലമായി. നമ്മുടെ ഗിരിയുടെ ഹൃദയത്തിലുള്ള അറിവില്ലായ്മ എല്ലാം മാറിയിട്ട് അദ്ദേഹത്തിന് ഭയങ്കരം നോളേജ് കിട്ടി. ഉടൻ തന്നെ തോടകവൃത്തത്തിൽ ഗുരുമാഹാത്മ്യം പ്രഖ്യാപിക്കുന്ന, തോടകവൃത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മാകളി വൃത്തം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതുപോലെയുള്ള ഒരു രീതിയിൽ ഒരു ഗ്രാമറില് ഗുരുമാഹാത്മ്യത്തെ കുറിച്ച് പറയുന്ന ഒരു കവിത, ഒരു സ്തോത്രം, ഓക്കെ, അത് എഴുതിയിട്ട് ആചാര്യങ്ങളുടെ വസ്ത്രമായിട്ട്, ആചാര്യന്റെ വസ്ത്രമായിട്ട് ഗിരി എന്ത് ചെയ്തു? ആചാര്യന്റെ സന്നിധിയിലേക്ക് വന്നു. അങ്ങനെ ഒരു ഗ്രാമറില് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സ്തോത്രം എഴുതിയിട്ട് നേരെ ആചാര്യന്റെ അടുത്തേക്ക് വരിക. ആര്? നമ്മുടെ ഗിരി. ഇങ്ങനെയുള്ള മനോഹരമായ സ്തോത്രം, ആചാര്യനെ കുറിച്ചുള്ള നല്ല ഒരു സ്തോത്രം ഗിരിയുടെ നാവിൽ നിന്ന് വരുന്നത് കേട്ടപ്പോ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എന്താ? അത്രയ്ക്ക് അറിവില്ല, അത്രയ്ക്ക് എഡ്യൂക്കേഷൻ ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ ഗിരിയെ മാറ്റി നിർത്തിയതായിരുന്നു ശിഷ്യന്മാര്, അല്ലേ? ഇവിടെ പത്മപാദൻ എന്താ പറയുന്നത്? എന്തിനാ ആചാര്യ ഗിരിയെ നോക്കുന്നത്? അവൻ അത്ര പഠിക്കാനുള്ള എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആ ഒരു ഗിരി ഇന്ന് നല്ല ഗ്രാമറില് ആചാര്യനെ കുറിച്ച് വലിയ സ്തോത്രം എഴുതിയിരിക്കുക. ഒരറിവും ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആള്. അപ്പൊ അത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടല്ലേ അങ്ങനെ എഴുതാൻ സാധിച്ചത്. അങ്ങനെ എഴുതി ആ സ്തോത്രം ചൊല്ലിയപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. സംസ്കൃതത്തിലെ ഒരു വാക്ക് പറയാൻ അറിയാത്ത ആ ഗിരി എന്ന് പറഞ്ഞ ആള് ഇതുപോലൊക്കെ സ്തോത്രം ചൊല്ലേ, എന്താ ഇത്? അങ്ങനെ ഗിരി എന്ത് ചെയ്തു? ആചാര്യന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ടോ മറ്റു ശിഷ്യന്മാരൊക്കെ അപ്പൊ എഴുന്നേറ്റ് നിന്ന് അവരോടും പ്രസന്നനാകണമെന്ന് അഭ്യർത്ഥിച്ചു. എല്ലാവരും സന്തോഷമായി. അങ്ങനെ ആചാര്യർ എന്ത് ചെയ്ത്? എല്ലാവരെയും അനുഗ്രഹിച്ചു. നിങ്ങളെല്ലാവരും ഗിരിയെ പോലെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ശ്രദ്ധ കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? ഏകാഗ്രത കിട്ടുക, കോൺസെൻട്രേഷൻ. എന്താ കോൺസെൻട്രേഷൻ വേദ? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധ വേണ്ടേ? ശ്രദ്ധയില്ലാണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടുണ്ടൂ. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ സക്സസ് ആവും. അല്ലാണ്ട് ശ്രദ്ധയില്ലാതെ ഒരു കാര്യം ചെയ്താൽ എന്താവും? സക്സസ് ആവില്ല. ഇപ്പൊ നമ്മൾ പോയിട്ട് ഗ്യാസിൽ ഒരു വെള്ളം വെക്കുകയാണ്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് തീ കത്തിച്ച് എന്താവും? നമ്മുടെ കൈ പൊള്ളും, അല്ലേ? അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്യുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കി അയൺ ചെയ്താൽ നമ്മുടെ കൈ പൊള്ളും, ഷോക്ക് ഏൽക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? ഏകാഗ്രത കിട്ടുക. എന്താ ഏകാഗ്രതയുടെ ഇംഗ്ലീഷ് വേർഡ്? കോൺസെൻട്രേഷൻ. ഓക്കെ. അപ്പൊ ഇവിടെ ശങ്കരാചാര്യർ എന്താ പറയണ ഗിരിയോട്? ഗിരി എങ്ങനെയാണോ ഇത്രയും ശ്രദ്ധയോടുകൂടി പഠിച്ചത്, ആ ഗിരിയെ പോലെ ആവണം മറ്റ് ശിഷ്യന്മാര്. നല്ല ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ പഠിക്കാൻ. അപ്പൊ എന്താവും? മനസ്സിന്റെ ആ ഒരു വൈബ്രേഷൻ മാറിക്കിട്ടും. ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ പോകണം, അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരണം, അത് ശരിയാവണില്ല, ഇത് ശരിയാവണില്ല, ഇങ്ങനെയുള്ള കംപ്ലൈൻസ് എല്ലാം മാറും. പഠിക്കുമ്പോൾ എന്ത് വേണമെന്നാ ഇവിടെ ആചാര്യൻ പറയുന്നത്? ഏകാഗ്രത വേണം, കോൺസെൻട്രേഷൻ വേണം. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കണം. ബുക്ക് തുറന്ന് വെച്ചിട്ട് അവിടെയും ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യരുത്? നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ കോൺസെൻട്രേഷൻ പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നതൊന്നും തലയിൽ കയറില്ല. അതാണ് ഇവിടെ പറയുന്നത്. വേദക്കുട്ടിക്ക് മനസ്സിലായോ? അപ്പോ ഈ കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ പഠിക്കുക എഴുതുകയും ചെയ്താൽ എന്തായി? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സക്സസ് ആവും. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ തലയിലും മനസ്സിലും ഒക്കെ നിൽക്കും. നമ്മുടെ മനസ്സൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഏകാഗ്രതമായിരിക്കുന്ന, കോൺസെൻട്രേഷനോട് കൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന എന്തൊരു കാര്യത്തെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്, ആ കാര്യത്തെക്കുറിച്ച് ഒരു പൂർണ്ണമായ അറിവ്, കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു നോളേജ് നമുക്ക് കിട്ടും. മനസ്സിലായോ? നമ്മൾ എന്ത് കാര്യമാണോ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കുന്നത്, ആ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളേജ് നമുക്ക് കിട്ടും. ഓക്കെ. വിസ്മൃതിയോ സംശയമോ ഉണ്ടാവില്ല. വിസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ?
സ്മൃതി എന്നാൽ ഓർമ്മ. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? വിസ്മൃതി. വിസ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മറന്നു പോവുക. ഓർമ്മ, മറവി, ഇതാണ് ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധയോട് കൂടി ചെയ്താൽ നമുക്ക് എന്താവില്ല? മറന്നു പോവില്ല. അതുപോലെ തന്നെ ഭ്രമം ഉണ്ടാവില്ല. ഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ? വെപ്രാളം. അയ്യോ അത് ചെയ്തു തീർക്കണല്ലോ എന്നുള്ള വെപ്രാളം ഉണ്ടാവില്ല. ഇനി ചെയ്താൽ ശരിയാവോ, ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു സംശയവും നമുക്ക് ഉണ്ടാവില്ല. ശ്രദ്ധ തന്നെയാണ് സകല വിദ്യയ്ക്കും മൂലകാരണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോട് കൂടി ചെയ്താൽ ആ ശ്രദ്ധയാണ്, ആ കോൺസെൻട്രേഷൻ ആണ് എല്ലാത്തിൻ്റെയും സക്സസ്, വിജയം എന്ന് പറയുന്നത്. ഓക്കെ. നിഷ്കപടമായിരിക്കുന്ന ശ്രദ്ധ പൂർണ്ണമായി ഉണ്ടെങ്കിൽ ഒരു ന്യൂനതയും അവശേഷിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നിഷ്കപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണമായിരിക്കുന്ന ഡെഡിക്കേഷൻ. ഓക്കെ. പൂർണ്ണമായ ഡെഡിക്കേഷൻ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പരിപൂർണമായി അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുറവും ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്. ഇപ്പൊ നമ്മളൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിക്കുക. ശ്രദ്ധയോടുകൂടിയാണ് ആ കറി ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കും, മുളക് കറക്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല രുചി ഉണ്ടാവും. പരിപൂർണമായി കംപ്ലീറ്റ് ആയി നമ്മൾ അതിൽ ശ്രദ്ധിക്കാതെ അവിടെയും ഇവിടെയും ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലോ ചിലപ്പോൾ ഉപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ മുളക് ഉണ്ടാവില്ല, ആകെപ്പാടൊരു ഹറിബറി ആയിരിക്കും. ഓക്കെ. അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരിക്കും എന്നാ പറയുന്നത്. വേദയ്ക്ക് മനസ്സിലായോ? വേദാന്ത ജ്ഞാനത്തിന് അധികാരിയാവാൻ ആവശ്യമുള്ള സാധനാ ചതുഷ്ടയും ശ്രദ്ധയുള്ളവന് അനായാസേന ലഭിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണോ നമ്മൾക്ക് വിജയം ലഭിക്കേണ്ടത് ആ കാര്യം വിജയം കിട്ടാൻ വേണ്ടി നമുക്കൊരു സാധന വേണം. സാധന എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിസിപ്ലിൻ. ജീവിതത്തിൽ രാവിലെ ഇത്ര സമയത്ത് എഴുന്നേൽക്കുക, ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്യുക, ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യം. ഇപ്പൊ മാതാജിയോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാ മാതാജി നിങ്ങൾക്ക് ഡബിങ്, ഷൂട്ടിങ്, മറ്റു കാര്യങ്ങള്, മഞ്ജരീസിന്റെ ക്ലാസ്, വീട്ടിലെ കാര്യങ്ങള്, പൂജ, ഇത് പാക്കിങ്, അയക്കുന്നത്, അന്നദാനം, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സാധിക്കുന്നു? കോൺസെൻട്രേഷൻ. നമ്മൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു ടൈം ടേബിൾ ഉണ്ട്. എന്തിനാ സ്കൂളിൽ ടൈം ടേബിൾ പണ്ട് കാലം മുതലേ നമുക്ക് തരുന്നത്? ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇത് പഠിക്കാം, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്റർവെൽ, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ലഞ്ച് ബ്രേക്ക്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഗെയിംസ്, ഇത് കഴിഞ്ഞാൽ ഇത്ര സമയം വരെ ഈ സബ്ജക്റ്റ്. ഇങ്ങനെ ഒരു ടൈം ടേബിൾ നമുക്ക് കുഞ്ഞിലേ തരുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ടൈം ടേബിൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിലും നമ്മൾ ഇതേപോലെ നിഷ്ഠയുണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്ന് പലർക്കും ഇല്ലാത്ത അതാണ്. ഒരു കാര്യം ചെയ്യാൻ വെച്ചാൽ അയ്യോ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് പോയി കിടക്കും. അത് പിന്നെ ആട്ടെ, ഞാൻ TV കാണട്ടെ, അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകും. ഞാൻ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം രാവിലെ എണീറ്റിട്ട് നമ്മളുടെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജിമ്മിൽ പോകണം, തിരിച്ചു വരണം, പൂജ ചെയ്യണം, മെസ്സേജ് നോക്കണം, പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനിടെ അത് ഒരുമിച്ച് എഴുതി വെക്കും. എന്നിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടാവും, ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് ഇടും, ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത്. അപ്പോൾ 2 സ്ഥലത്തേക്ക് പോകണം, 2 സ്ഥലത്തും ഞാൻ ഇത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആ 2 സ്ഥലവും കഴിഞ്ഞ് കൃത്യം ഒരു മണി 1:30 മണിക്ക് എനിക്ക് വീട്ടിൽ കയറണം. എന്നാലേ എനിക്ക് ലഞ്ച് ഒരു 2 മണിക്കുള്ളിൽ ഉണ്ടാക്കി കഴിച്ച് എനിക്ക് 3 മുതൽ 4 വരെ ഒന്ന് റെസ്റ്റ് എടുക്കണം. ആ സമയത്ത് മൊബൈലെല്ലാം മാറ്റി വെച്ച് റെസ്റ്റ് എടുത്ത് 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. ചിലപ്പോൾ ഭയങ്കര ഉറക്കം വരും, എന്നാലും എഴുന്നേറ്റ് മുഖം കഴുകി എനിക്ക് 4:30 മുതൽ 5:30 വരെ ഇന്ന സ്ഥലത്തെത്തണം, അത് കറക്റ്റ് സമയത്തിനെത്തി. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഡിസിപ്ലിനോട് കൂടി പോകും. അപ്പം നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. ഇത് ചുമ്മാ കുറെ റീൽസും കണ്ട് അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വന്നാൽ എന്തായി? നമുക്ക് ഒരു കാര്യവും നടക്കില്ല, നമ്മുടെ എല്ലാ കാര്യവും പെൻഡിങ് ആവും. അപ്പൊ ഇവിടെ എന്താ ആചാര്യൻ പറയുന്നത്? ശ്രദ്ധയോടുകൂടി ഡിസിപ്ലിനോടുകൂടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ ഗിരിയുടെ തലയിൽ കൈവച്ചിട്ട് നമ്മുടെ ആചാര്യൻ പറയാണ്, ഗിരി, നിന്റെ ആ ഒരു നല്ല ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് ഇന്ന് നിനക്ക് എല്ലാം പഠിക്കാൻ സാധിച്ചു. നിന്റെ ഗുരുഭക്തി ലോകം മുഴുവൻ അറിയപ്പെടും ഗിരി. അപ്പോൾ ഗിരി എന്ത് ചെയ്തു? തല കുനിച്ചിട്ട് നേരെ ഗുരുവിനോട് ആ ഒരു സ്നേഹത്തോടെയുള്ള ആ ഒരു ആശീർവാദം, ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. അങ്ങനെ പത്മപാദനും സുരേശ്വരനും ഹസ്താമലകനും എല്ലാവരും ഗിരിയുടെ മുമ്പിൽ ഇങ്ങനെ നമസ്കരിച്ചു. ഇവരെല്ലാരും നേരത്തെ എന്താ പറഞ്ഞത്? ഗിരിനെ എന്തിനാ ആചാര്യ തേടുന്നത്? ഗിരിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, പിന്നെ എന്തിനാ ഗിരി എന്നാണ് ചോദിച്ചത്.
പക്ഷെ ഇപ്പോ ആ ഗിരിയുടെ മുമ്പിൽ ഇവരെല്ലാവരും നമസ്കരിക്കുകയാണ്. ഓക്കെ, ഗിരിയുടെ പൂർവ്വഭാഗം മാറിയിരിക്കുന്നു. എന്താ പൂർവ്വഭാഗം? അതായത് അറിവില്ലാത്ത ഒരു കാലം ഗിരിക്ക് ഉണ്ടായിരുന്നു അല്ലേ, പഴയ കാലം. ആ കാലത്തിൽ ഗിരിക്ക് ഒന്നും അറിയില്ലായിരുന്നു, ഭയങ്കര വിഷമായിരുന്നു. ആചാര്യൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിക്കുന്നതൊന്നും ഗിരിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു സങ്കടമായിരുന്നു. ആ ഒരു പഴയ കാലമൊക്കെ ഗിരിക്ക് മാറി. എന്നിട്ടോ മുഖത്തിൽ ഭയങ്കര കാന്തി വന്നു. എങ്ങനെയാ മുഖത്തിൽ കാന്തി വരിക? നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ജപിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മുഖത്തുണ്ടാവും അല്ലേ. മുഖത്ത് ഇങ്ങനെ നല്ല ചൈതന്യം, നല്ല കാന്തി വന്നുകൊണ്ടേയിരിക്കും നമുക്ക്. അപ്പോ ഗിരിയുടെ ഗുരുഭക്തി ധന്യം എന്ന് പറഞ്ഞിട്ട്, ഗിരിയുടെ ഭക്തിയാണ് ഏറ്റവും സൂപ്പറായ ഭക്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഗിരീനെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? എല്ലാവരും ഹാപ്പിയോടുകൂടി ഗിരീനെ സ്വീകരിച്ചു. അങ്ങനെ നല്ല ഒരു ദിവസം നോക്കി ആചാര്യൻ എന്ത് ചെയ്തു? ഗിരിക്ക് സന്യാസം കൊടുത്തു. ആ കയ്യിലൊരു വടിയൊക്കെ പിടിച്ച്, ദണ്ടൊക്കെ പിടിച്ചുകൊണ്ട്, അതൊരു വലിയ ഉയർന്ന പൊസിഷനാണ്. അങ്ങനെ ആ പൊസിഷൻ, ആ ഒരു സന്യാസം എന്ന് പറയുന്ന സ്ഥാനമൊക്കെ കൊടുത്തിട്ട് തോടകാചാര്യൻ എന്ന പേരും ആർക്ക് കൊടുത്തു? ഗിരിക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഒന്നും അറിയാത്ത ഗിരി എല്ലാം അറിയുന്ന ഒരു വലിയ ആചാര്യനായി മാറി. അങ്ങനെ ഗിരിക്ക് ശങ്കരാചാര്യർ വെച്ച പേരാണെന്ത്? തോടകാചാര്യൻ. അങ്ങനെയാണ് തോടകാചാര്യന്റെ കഥ. അങ്ങനെ തോടകാചാര്യന് വേണ്ടിയിട്ട് ആചാര്യൻ എന്ത് ചെയ്തു? ശങ്കരാചാര്യര് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. പത്മപാദൻ ചേർന്നിട്ട് എന്താ ചെയ്തത്? അവരെ ശിഷ്യന്മാരോടുകൂടി ഗിരിയെ നമ്മുടെ ശങ്കരാചാര്യർ എന്ത് പഠിപ്പിക്കുന്നോ അത് പഠിക്കാൻ ഈ ശിഷ്യന്മാരും കൂടി ആ ക്ലാസ്സിലിരുന്നു. അപ്പൊ ഈ ശിഷ്യന്മാരുടെ ആ ഒരു ഗിരിയോടുള്ള മനസ്ഥിതി മാറി. ഗിരി വലിയൊരു ആചാര്യനുമായി മാറി. അങ്ങനെ ശങ്കരാചാര്യര് ഒന്നുമല്ലാതിരുന്ന ഗിരിയെ തോടകാചാര്യനാക്കി മാറ്റി. എങ്ങനെയാ ഇത്രയും ഒന്നും അല്ലാത്തൊരു വ്യക്തി ഇങ്ങനെ ആയത്? ഗുരുവിനോടുള്ള സ്നേഹം, ബഹുമാനം, ഭക്തി, ഈ 3 കാര്യങ്ങൾ ഉണ്ടായപ്പോ ഗിരിക്ക് എന്ത് കിട്ടി? നല്ല ശ്രദ്ധ കിട്ടി. ശ്രദ്ധയോടുകൂടി എന്തായി? പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഗിരി ആരായി മാറി? തോടകാചാര്യനായി മാറി. ഓക്കെ വേദ, മനസ്സിലായോ വേദയ്ക്ക്? തോടകാചാര്യന്റെ കഥ ഹാപ്പി ആണോ? വേദക്കുട്ടിക്ക് കാര്യം മനസ്സിലായോ? എവിടെ പോയോ വേദ? പോയില്ലേ, ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഗുരുകുലം ക്ലാസ്സിലേക്ക് നമ്മുടെ കുറേ വലിയ വലിയ ആൾക്കാർ വന്നിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഗുരുകുലം കുട്ടികളെ പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ ഗുരുകുലം സ്റ്റൈലിൽ ക്ലാസ് എടുത്തപ്പം? കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ എടുക്കാനേ പറ്റൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? വിഷ്ണു സഹസ്രനാമം. കുറേ ദിവസമായിട്ട് പെൻഡിങ് വെച്ച വിഷ്ണു സഹസ്രനാമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വിഷ്ണു സഹസ്രനാമത്തില് നമ്മൾ പഠിക്കാൻ പോകുന്നു 73ാമത്തെ ശ്ലോകം. ഓക്കെ, 73ാമത്തെ ശ്ലോകം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്തവ്യ സ്തവപ്രിയ സ്തവ്യ. വാക്കഴിഞ്ഞിട്ട് 2 കുത്തുണ്ട്, അപ്പൊ നമ്മൾ ഹ എന്ന് ചേർത്ത് വായിക്കണം. എങ്കിലും ഞാനിവിടെ വായിച്ചു പോവാണ്. സ്തവ്യ സ്തവപ്രിയ സ്തോത്രം സ്തോത്രം സ്തുതിഹ സ്തുതിഹ സ്തോത്ര സ്തോധാരണപ്രിയ സ്തോധാരണപ്രിയ. ആദ്യം സ്തോത എന്ന് പഠിക്കുക. സ്തോത. 73. ശരിക്കും 71 പഠിക്കേണ്ടത്. പക്ഷെ പ്രസന്നാമ എന്നോട് അറിയിച്ചു 73 ഏതാ പഠിക്കേണ്ടത്? 71 73? ഞാനിവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് 70 വരെ എടുത്തു എന്നാണ്. ഇനി 71 എടുക്കേണ്ടത്?
ഓക്കെ, നോ പ്രോബ്ലം. 71 തന്നെ പോവാം നമുക്ക്. ഓക്കെ, 71ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് ബ്രഹ്മണ്യോ ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ, വീണ്ടും ബ്രഹ്മാ, ബ്രഹ്മവിവർധനഃ. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മാ ബ്രഹ്മവിവർധനഃ. ബ്രഹ്മവിത്ത്, അടുത്ത ലൈനാണേ. ബ്രഹ്മവിത്ത്, അതെ കൂട്ടാ. ബ്രഹ്മണോ ബ്രാഹ്മണോ ബ്രഹ്മവൃത് ബ്രാഹ്മണോ ബ്രഹ്മീ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയഃ. വായിക്കാൻ കിട്ടിയോ? ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മാ ബ്രഹ്മവിവർധനഃ. ബ്രഹ്മവിത്ത് ബ്രാഹ്മണോ ബ്രഹ്മീ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയഃ. എന്താ അതിന്റെ അർത്ഥം? ബ്രഹ്മണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്, വേദങ്ങള്, ബ്രാഹ്മണര്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അങ്ങനെയൊക്കെയുള്ള ബ്രഹ്മശബ്ദം. അപ്പൊ ഇതൊക്കെ എന്താണ്? ബ്രഹ്മശബ്ദങ്ങളാണ്. ബ്രഹ്മത്തെ ഇങ്ങനെ കണക്ട് ആയിരിക്കുന്നതാണ് അറിവ്, തപസ്, വേദം, ബ്രാഹ്മണം. ഇതൊക്കെ ബ്രഹ്മവുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ബ്രഹ്മശബ്ദം കൊണ്ട് വ്യവധേഷിക്കപ്പെടുന്നവയ്ക്ക് ഹിതകാരിയായവൻ. ഇതിനൊക്കെ കാരണം ആരാണ്? ഈ ബ്രഹ്മത്തിനും തപസ്സിനും വേദത്തിനും ബ്രാഹ്മണത്വത്തിനൊക്കെ ആരാ കാരണം? ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രഹ്മണ്യ എന്ന് വിളിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ പഠിക്കുന്നത് ഭഗവാന്റെ നാമങ്ങളാണ് അല്ലെ? സഹസ്രനാമങ്ങൾ, അദ്ദേഹത്തിന്റെ നാമങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ആ നാമങ്ങളിൽ ഭഗവാനെ ബ്രഹ്മണ്യ എന്ന് വിളിക്കാൻ കാരണം തപസ്, വേദങ്ങള്, ബ്രാഹ്മണര്, അറിവ്, ഇതിനൊക്കെ കാരണമാരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബ്രഹ്മണ്യ എന്ന് വിളിക്കുന്നത്. ഇനിയോ ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് എന്ന് പറയുന്നുണ്ട്. എന്താണ് ബ്രഹ്മകൃത് എന്നാൽ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തപസ്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? തപസ് ചെയ്യാൻ പറ്റൂ. ഡിസ്കണക്ട് ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്? ബ്രഹ്മകൃത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്രഹ്മകൃത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, തപസ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം. ഓക്കെ, ഇനിയോ ബ്രഹ്മ, അതായത് ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മ എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടികർത്താവായിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ സൃഷ്ടികർത്താവായിരിക്കുന്നത് ബ്രഹ്മാവിന്റെ രൂപത്തിൽ ആരാ? ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബ്രഹ്മ എന്ന് വിളിക്കുന്നു. ഇനി ഒരു ബ്രഹ്മ പറയുന്നുണ്ട്, രണ്ട് ബ്രഹ്മ പറയുന്നുണ്ട് അല്ലെ? ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മാ ബ്രഹ്മവിവർധനഃ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രണ്ടാമത്തെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ? വലുതായത് കൊണ്ടും വർദ്ധിക്കുന്നത് കൊണ്ടും സത്യാദി ലക്ഷണങ്ങളോടുകൂടിയ ബ്രഹ്മസ്വരൂപത്തിൽ ഇരിക്കുന്നവനാരാ? ഭഗവാൻ. എന്താണ്? വലുതായത് കൊണ്ടും വർദ്ധിക്കുന്നത് കൊണ്ടും. എത്ര വലുതായാലും ശരി, എത്ര കൂടിയാലും ശരി, എല്ലാ സത്യം, ധർമ്മം, നീതി, ന്യായം എന്നുള്ള എല്ലാ ലക്ഷണങ്ങളോടും കൂടി ബ്രഹ്മസ്വരൂപത്തിൽ ആരായിരിക്കുന്നത്? ഭഗവാനാണ് ഇരിക്കുന്നത് അല്ലെ? അതിൽ നിന്ന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നത്. വലുതായാലും ശരി, ചെറുതായാലും ശരി, കുറഞ്ഞാലും ശരി, കൂടിയാലും ശരി, എല്ലാ നല്ല ഗുണങ്ങളോടും കൂടി സത്യാദി ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ രണ്ടാമതും ബ്രഹ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ബ്രഹ്മവിവർധനഃ. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മാ ബ്രഹ്മവിവർധനഃ. അപ്പൊ ആ രണ്ടാമത്തെ ബ്രഹ്മവിവർധനഃ എന്ന് പറഞ്ഞാൽ എന്താ? തപസ് മുതലായ കാര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നവൻ. നമ്മളിപ്പോ ഒന്ന്
ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഇന്ന് മുതൽ ഞാൻ എന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലും എന്ന് നമ്മൾ ഒരു സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സത്യത്തെ, ആ ഒരു വാക്കിനെ നമ്മൾക്കുള്ളിൽ വീണ്ടും വീണ്ടും വായിക്കണം, പഠിക്കണം, നല്ല തപസ്സിലോട്ട് വരണം, നല്ല സാത്വികതയിൽ ജീവിക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു ചിന്തയെ, ആ ഒരു എന്താ പറയാ, മനസ്സിനെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകാനുള്ള അനുഗ്രഹം ആരാ തരുന്നത്? ഭഗവാനാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? ബ്രഹ്മ വിവർധന. ആ ഒരു ബ്രഹ്മം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന തപസ്സിനെ, ജ്ഞാനത്തിനെ, ആ ബ്രഹ്മണ്യത്തെ വിവർധന, വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ആരാ? ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്രഹ്മവിവർധനഃ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനിയോ അടുത്ത എന്താ? ബ്രഹ്മവിത്ത്. അപ്പൊ ആദ്യത്തെ ലൈൻ നമ്മൾ പഠിച്ചു, ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മാ ബ്രഹ്മവിവർധനഃ. ഇനി അടുത്ത എന്താ? ബ്രഹ്മവിത്ത്. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തെയും വേദത്തിന്റെ അർത്ഥങ്ങളെയും യാഥാർത്ഥ്യമായിട്ട് അറിയുന്നത് ആർക്കാ? ഭഗവാന്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേദങ്ങളും വേദത്തിന്റെ അർത്ഥമൊക്കെ അറിയോ? ഇല്ല. കുറെയൊക്കെ നമുക്ക് അറിയില്ല, കുറച്ചൊക്കെ എന്തൊക്കെയാ അറിയാം. ആ കുറഞ്ഞ അറിവിൽ വെച്ചിട്ട് വലിയ അഹങ്കാരം കാണിക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പം അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു വലിയ ഭംഗിയല്ല എന്നാണ് നമ്മൾ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്. പക്ഷേ എല്ലാ വേദങ്ങളെ കുറിച്ചും എല്ലാ വേദങ്ങളുടെ അർത്ഥങ്ങളെ കുറിച്ച് ആർക്കാ അറിയുന്നത്? നമ്മുടെ ഭഗവാനാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രഹ്മവിത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാല് എല്ലാ വേദങ്ങളും വേദങ്ങളുടെ അർത്ഥവും പരിപൂർണമായിട്ട് യാഥാർത്ഥ്യത്തിൽ അറിയുന്ന ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കും? ബ്രഹ്മവിത്ത് എന്ന് വിളിക്കും. ഓക്കെ, ഇനിയോ ബ്രഹ്മവിത്ത് ബ്രാഹ്മണോ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മവിത്ത് ബ്രാഹ്മണോ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ രൂപത്തിൽ വേദവിധികളെ ഉപദേശിക്കുന്നവനാരാ? ഭഗവാൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ബ്രാഹ്മണന്റെ രൂപത്തില് നമ്മൾക്ക് ഒരാളിപ്പോ പഠിപ്പിക്കണം, അപ്പൊ ഭഗവാനല്ലല്ലോ പഠിപ്പിച്ച്, ഇദ്ദേഹമല്ലേ പഠിപ്പിച്ചെന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ അറിവ് ആരാ കൊടുക്കുന്നത്? ഭഗവാനാ കൊടുക്കുന്നത് അല്ലെ. ഒരു ബ്രാഹ്മണൻ വന്നിരുന്ന് നമുക്ക് വേദം പഠിപ്പിക്കുമ്പം ആ ബ്രാഹ്മണന്റെ ഉള്ളിലുള്ള അറിവ് ആരാ കൊടുക്കുന്നത്? ഭഗവാനാ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പറയുന്നത്? ബ്രാഹ്മണ എന്ന് പറയുന്നത്. ബ്രാഹ്മണന്റെ രൂപത്തിൽ വേദവിധികളെ ഉപദേശിക്കുന്നവൻ ആരോ ആ ഭഗവാനെ ബ്രാഹ്മണ എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെ വേദങ്ങൾ ഉപദേശിക്കുന്ന ആരാ? യഥാർത്ഥത്തിൽ ഭഗവാൻ. ആ ഭഗവാനാണ് ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ബ്രാഹ്മണീയമായിരിക്കുന്ന വേദങ്ങളുടെ അറിവ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഭഗവാനെ നമ്മൾ ബ്രാഹ്മണ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ബ്രഹ്മി, അതായത് ബ്രഹ്മവിത്ത് ബ്രാഹ്മണോ ബ്രഹ്മി എന്ന് പറയുന്നു. ബ്രഹ്മി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മശബ്ദം കൊണ്ട് വ്യുപദേശിക്കപ്പെടുന്ന തപസ്, വേദങ്ങള്, ബ്രാഹ്മണര്, ജ്ഞാനം എന്നിവയ്ക്ക് ഇടിപ്പിടമായിരിക്കുന്നവൻ. അപ്പൊ തപസ്, വേദം, ബ്രാഹ്മണൻ, ജ്ഞാനം ഇതൊക്കെ ആരിലാ ഉള്ളത്? ഭഗവാനിലാ ഉള്ളത്. എല്ലാത്തിൻ്റെയും ഇരിപ്പിടം എല്ലാം എവിടെയാ ഉള്ളത്? ബ്രാഹ്മണത്വമുണ്ട്, തപസ്സുണ്ട്, വേദമുണ്ട്. ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത് ഭഗവാനിലാണ്. ഫുൾ അടച്ചിരിക്കുന്നത് ഭഗവാനിലാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രഹ്മി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്രഹ്മി എന്ന് വിളിക്കാൻ കാരണം അതാണ്. എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ആയിരിക്കുന്ന സ്വരൂപം ഭഗവാനാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് വിളിക്കുന്നു ഭഗവാനെ? ബ്രഹ്മജ്ഞോ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ ബ്രഹ്മവിത്ത് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ എന്ന് പറയുന്നു. എന്താ ബ്രഹ്മജ്ഞോ എന്ന് പറഞ്ഞാല്? തൻ്റെ ആത്മഭൂതങ്ങളായിരിക്കുന്ന വേദങ്ങളെ അറിയുന്നവൻ. ഭഗവാന്റെ ഉള്ളിലെ വേദമാണ്, ആത്മഭൂതമാണ് വേദം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഒരു കാപ്പി ഇട്ടു. അപ്പൊ ഇവിടെ നല്ല ചൂടല്ലേ, ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, അത് ഉറക്കം വരും. ഫുൾ നിങ്ങൾക്കുള്ള പാക്കിംഗ്. അപ്പോ ബ്രഹ്മജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൻ്റെ ആത്മഭൂതങ്ങളായിരിക്കുന്ന വേദങ്ങളെ അറിയുന്നവൻ. അതാരാ? ആത്മഭൂതങ്ങളായിരിക്കുന്ന വേദങ്ങൾ ആർക്കാ അറിയാ? ഭഗവാനാണ് അറിയുന്നത് അല്ലേ. നമ്മൾ വിചാരിക്കും അവർക്ക് കുറെ അറിവുണ്ട്, ഇവർക്ക് കുറെ അറിവുണ്ട്. എല്ലാരെക്കാളും അറിവ് ഭഗവാനാണ്. പരിപൂർണമായിരിക്കുന്ന അറിവ് ആർക്കുള്ളത്? ഭഗവാനാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബ്രഹ്മജ്ഞോ എന്ന് പറയുന്നു. ബ്രഹ്മജ്ഞോ. ഓക്കെ, ഇനിയോ
ബ്രാഹ്മണപ്രിയ. ബ്രാഹ്മണപ്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവൻ, ബ്രാഹ്മണർ പ്രിയപ്പെട്ടവരായവർ. ഓക്കെ, അപ്പൊ ബ്രാഹ്മണർക്ക് ഏറ്റവും പ്രിയങ്കര ആരാ? ഭഗവാൻ അല്ലെ. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആരെയാ? ബ്രാഹ്മണീയ രീതിയിൽ ജീവിക്കുന്നവർ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ നോൺ വെജ് കഴിക്കാൻ? ഇല്ലല്ലോ. അപ്പോ നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടിരിക്കുക. ഭഗവാന് പ്രിയപ്പെട്ടവരായി ഇരുന്നിട്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? തരണം ചെയ്യാം. കാരണം എന്താ? ഭഗവാൻ കൂടെ നിൽക്കും. നമുക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളതിലുപരി എന്താ ഉള്ളത്? ഒന്നുമില്ല അല്ലെ. ലോകത്തിൽ ആരെങ്കിലും നമ്മളെ പരിപൂർണമായിട്ട് സ്നേഹിക്കുവോ? ഇല്ല. ചില സാഹചര്യങ്ങളിൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടിട്ട് പോകും, ഉറപ്പല്ലേ. പക്ഷെ ഭഗവാൻ ഒരിക്കലും വിട്ടിട്ട് പോവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ചില ഭാര്യമാരുണ്ട്, അയ്യോ എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയും. ചില മക്കളുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ചിലർ പറയും, അയ്യോ എൻ്റെ ഫ്രണ്ടിന് അത് ഇഷ്ടമല്ല, അവൾക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ കാമുകന്മാരുടെ കാര്യം പറയണ്ട. സ്നേഹിക്കുമ്പോ ഭയങ്കര കോംപ്രമൈസാ. അവരൊറ്റ കല്യാണം കഴിച്ചാൽ എൻ്റെ അമ്മേ 4-ാം ലോക മഹായുദ്ധം പോലെ ഉണ്ടാവും. ചില ആൾക്കാർ ചില ആൾക്കാർ കോംപ്രമൈസ് ചെയ്തു പോകും. അങ്ങനെ പരസ്പരം ഇഷ്ടങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന ഭൗതിക ലോകം നമ്മൾ കണ്ടു. എന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അത് സാക്ഷാൽ ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? വലിയ തെറ്റല്ലേ. അപ്പൊ ഗുരുവായൂരപ്പന് നോൺ വെജ് ഇഷ്ടമല്ല, അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോൺ വെജ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. ലോകത്തിൽ നമ്മൾ ആർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്താലും ശരി, നാളെ പിറ്റേ ദിവസം അവരവരെ പാട്ടിനങ്ങ് പോകും അല്ലേ. കാലാകാലം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചാലും ഒരു നിസാര കാര്യം മതി ചില ബന്ധങ്ങൾ സെപ്പറേറ്റ് ആവാൻ. ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ലൈഫ് ആവട്ടെ, എന്തും ആവട്ടെ, ബ്രദറും സിസ്റ്ററും ആവട്ടെ, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം മതി, പിന്നെ ജീവിതകാലം മുഴുവൻ മിണ്ടില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ എങ്ങനെയാ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും ഭഗവാൻ നമ്മളെ വിട്ടുപോകില്ല. കാരണം എന്താ? ഭഗവാൻ നോക്കിക്കാണുന്നത് എവിടേക്കാ? നമ്മുടെ ഹൃദയത്തിലേക്കാ. അപ്പൊ ഭഗവാൻ വിചാരിക്കും പാവം. ഇപ്പം ഏറ്റവും ലാസ്റ്റിൽ എനിക്ക് വന്ന കമന്റ് കണ്ണൻ്റെയാണ്. അപ്പൊ കണ്ണൻ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് കാണിച്ചു. അപ്പൊ ഭഗവാൻ എന്താ ചിന്തിക്കാന്നറിയോ? പോട്ടെ, അവൻ ഒന്നാമത് എൻ്റെ പേരാ കണ്ണൻ. പിന്നെ ഭഗവാൻ എന്താ ചിന്തിക്കാന്ന് വെച്ചാല്, അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്തിരിക്കുന്നു. പോട്ടെ, അവൻ എനിക്ക് വേണ്ടി നോൺ വെജ് ഉപേക്ഷിച്ചു, അവൻ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലി, എന്നെ കാണാൻ പലവട്ടം ഗുരുവായൂർ വന്നു, അവൻ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടും അവൻ എന്നെ കാണാൻ വന്നു, അവൻ എന്നെക്കുറിച്ച് പറയുന്ന സത്സംഗങ്ങളും കേൾക്കുന്നു. അങ്ങനെ 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 ഭഗവാൻ കുറേ ചിന്തിക്കും അല്ലെ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യും? അത്രയും പ്രിയപ്പെട്ട ഭക്തനെ ഭഗവാൻ കളയോ? ഒരിക്കലും കളയില്ല. ഭഗവാൻ അങ്ങ് ചേർത്തങ്ങ് പിടിക്കും. എന്നിട്ട് ഭഗവാൻ നമുക്ക് ആവശ്യമുള്ള എല്ലാം തരും. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? ഭഗവാന്റെ സ്നേഹം. ആ ഒരു പരിപൂർണമായ സ്നേഹം നമ്മൾ നേടിയെടുക്കുക. ഭഗവാൻ നമ്മളിൽ ഉണ്ട്, പക്ഷെ ഭഗവാനോടുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ കുറച്ചും കൂടെ തീവ്രമാക്കുക. അങ്ങനെ തീവ്രമാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തിൽ നിന്ന് നോൺ വെജ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോൺ വെജ് ഉപേക്ഷിച്ചാൽ തന്നെ പാതി മുക്കാലും നമ്മുടെ ലൈഫ് എന്തായി? സാത്വികമായ ജീവിതത്തിലേക്ക് വരും. നമ്മളുടെ പൊട്ടിത്തെറി, പ്രാന്ത്, അത് ഇത് എല്ലാം മാറിക്കിട്ടും. അങ്ങനെ മെല്ലെ 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 നല്ല സാത്വികതയിൽ വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റേഡിയോ ഓഫ് ചെയ്യാൻ പഠിക്കും. റേഡിയോ ഓഫ് ചെയ്താൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഈ റെഡ് എഫ് എം ഇവിടെ തുറന്നു വെക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുടുംബത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റെഡ് എഫ് എം തുറന്നു വെക്കണം. സാത്വിക ജീവിതത്തിൽ വന്നാലോ സഹിക്കാൻ പഠിക്കും, പൊറുക്കാൻ പഠിക്കും. ഓക്കെ, അപ്പൊ എന്തായി? ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവൻ, അല്ലെങ്കിൽ ബ്രാഹ്മണീയ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ ഗുരുവായൂരപ്പൻ നമ്മളെ കുറച്ചും കൂടി ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്തായി? നമ്മൾ ആ രീതിയിൽ തന്നെ ജീവിച്ചു പോകണം. പെട്ടെന്നൊന്നും നോൺ വെജ് നിർത്താൻ പറ്റാത്തവർ മെല്ലെ 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 നിർത്തിക്കൊണ്ടുവരാം. ക്ലിയർ? ഇനിയോ? അപ്പൊ ബ്രാഹ്മണപ്രിയ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്താ? ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മാ ബ്രഹ്മവിവർധനഃ ബ്രഹ്മവിത് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ എന്ന് വെച്ചാല് തപസ്, വേദങ്ങള്, ബ്രാഹ്മണര്, ജ്ഞാനം, ഇങ്ങനെയുള്ള എല്ലാ ബ്രഹ്മത്തിന്റെ ശബ്ദവും
എന്താ പറയാ, അതിന് എല്ലാ ശബ്ദത്തിനൊക്കെ കാരണം ആരാ? ഭഗവാനാണ്. ബ്രഹ്മം പോലെ തപസ്സൊക്കെ ചെയ്ത് എല്ലാം, അതായത് ആ തപസ് എല്ലാം ചെയ്യുന്നത് ആരാ? ഭഗവാനാണ്. ആ ബ്രഹ്മാവിന്റെ രൂപത്തില് സൃഷ്ടികർത്താവിന്റെ ആ ജോലി ചെയ്യാനിരിക്കുന്നത് ആരാ? അതും ഭഗവാനാണ്. വലുതായാലും ശരി, ചെറുതായാലും ശരി, വികസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്ത് രൂപത്തിൽ എങ്ങനെ ഇരുന്നാലും സത്യാദി ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്നത് ആരാ? ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ബ്രഹ്മ എന്ന് വിളിക്കുന്നത്. തപസ്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സാത്വിക ജീവിതം, ഇതിനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ആരാ? ഭഗവാനാണ്. അങ്ങനെ വേദത്തെയും വേദത്തിന്റെ അർത്ഥത്തെയും ഒക്കെ യാഥാർത്ഥ്യമായിട്ട് അത് പരിപൂർണമായി അറിയുന്നത് ആർക്കാ? ഭഗവാനാണ്. അങ്ങനെ ബ്രാഹ്മണന്റെ രൂപത്തില് വേദാദികളെ ഉപദേശിക്കുന്ന ആരാ? ഭഗവാനാണ്. ഒരു ബ്രാഹ്മണൻ വന്ന് നമുക്കെല്ലാം പറഞ്ഞു തരുമ്പോ ആ ബ്രാഹ്മണന്റെ രൂപത്തില് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആരാ? ഭഗവാനാണ്. അങ്ങനെ ബ്രഹ്മ ശബ്ദം കൊണ്ട് ഉപദേശിക്കപ്പെടുന്ന തപസ്, വേദങ്ങള്, അതുപോലെ ബ്രാഹ്മണര്, അറിവ്, ഇതിന്റെ എല്ലാം ഇരിപ്പിടം കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ആരുടെ അടുത്താ? ഭഗവാന്റെ അടുത്താണ്. അങ്ങനെ ഈ വേദങ്ങളെ എല്ലാം അറിയുന്ന, ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ട, ബ്രാഹ്മണീയ രീതി ഇഷ്ടപ്പെടുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കേണ്ട 71ാമത്തെ ശ്ലോകം. ക്ലിയർ? ഇനി 72ാമത്തെ ശ്ലോകം എന്താ നോക്കാം. ഓക്കെ, 72ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് മഹാക്രമോ മഹാക്രമോ മഹാകർമ്മ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹാക്രമോ മഹാകർമ്മ മഹാതേജ. ഞാൻ ഇങ്ങനെ വായിച്ചു പോകുന്നത് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ കൂട്ടത്തിൽ ഇരുന്ന് ചൊല്ലി പഠിക്കാം. ചൊല്ലി പഠിക്കണ്ടാവൂ ഉണ്ടോ? അതോ വെറുതെ ഇങ്ങനെ കൈയും വെച്ച് നോക്കിയിരിക്കേ? ചൊല്ലി പഠിക്കണ്ടോ? ഉണ്ടോ മോനപ്പ മുതലാളി? വലിയ കാര്യത്തിൽ എന്നോട് വിഷ്ണു സഹസ്രനാമം പുസ്തകമൊക്കെ മേടിച്ചുകൊണ്ട് പോയിണ്ട്. ചൊല്ലാറുണ്ടോ? ചൊല്ലി പഠിക്കണ്ടോ? ഉണ്ട്, കണ്ണം പറയുന്നുണ്ട്. അപ്പൊ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഘ മഹോരഘ. ഹാ ചേർക്കണം കേട്ടോ ലാസ്റ്റ്. അതിന്റെ രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ മഹാക്രതുർ മഹായജ്വ മഹാക്രതുർ മഹാക്രതുർ മഹായജ്വ മഹായജ്വ മഹാക്രതുർ മഹായജ്വ മഹായജ്ഞോ മഹായജ്ഞോ മഹാഹവി മഹാഹവി എന്ന് വെച്ചാല് മഹാക്രമോ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണെന്നറിയോ? മഹാക്രമോ എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായിരിക്കുന്ന പാദവിന്യാസങ്ങളുള്ളവൻ. വലിയ പാദമാണ് ഭഗവാൻ. മഹത്തുക്കളായിരിക്കുന്ന പാദവിന്യാസമുള്ളവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മഹാക്രമഃ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതോ മഹാകർമ്മ. മഹാകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക സൃഷ്ട്യാധി, അതായത് ലോകം സൃഷ്ടിക്കുന്നു, അത് നിലനിർത്തുന്നു, സംഹരിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ മഹത്തായ കർമ്മങ്ങളും ചെയ്യുന്നത് ആരാ? ഭഗവാൻ. അതായത് ലോകം സൃഷ്ടിക്കുന്ന, ലോകം നിലനിർത്തുന്ന, ലോകത്തിന്റെ അവസാനമാവുമ്പോൾ അത് ചെയ്യുന്ന, സംഹാരം ചെയ്യുന്നത് പോലെയുള്ള എല്ലാ മഹത് കർമ്മങ്ങളും ചെയ്യുന്നത് ആരാ? ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? മഹാകർമ്മ എന്ന് വിളിക്കുന്നു. അപ്പോ മഹാക്രമോ മഹാകർമ്മ. ഇനിയോ മഹാതേജോ, തേജോ അല്ല തേജ, മഹാതേജ. മഹാതേജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ തുടങ്ങിയ യാതൊരു ആളുകളുടെ തേജസ് കൊണ്ടും തേജസ്വികളായിരിക്കുന്നുവോ അവർ. ഇപ്പൊ സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പ്രകാശമാണല്ലേ, നല്ല തേജസ്സാണ്, നല്ല പ്രകാശമാണ്. ഇതൊക്കെ ആരുടെ പ്രകാശമാന്ന് വെച്ചാൽ ഭഗവാന്റെ. ഭഗവാനിൽ നിന്ന് വരുന്ന ആ തേജസ്സാണ് ഇവരുടെ എല്ലാം തേജസ്സിന് കാരണം. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നത്?
മഹാതേജ എന്ന് വിളിക്കുന്നത്. ഭയങ്കര തേജസ്സാ ഭഗവാന്. ഭഗവാന്റെ ആ തേജസ് കൊണ്ടാണ് ആർക്ക് തേജസ് ഉണ്ടാവണത്? സൂര്യനും ഈ ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മറ്റു ഗ്രഹങ്ങൾക്കും ദേവന്മാർക്കൊക്കെ ആ തേജസ് കിട്ടുന്നത് എന്തുകൊണ്ടാ? ഭഗവാന്റെ തേജസ്. അപ്പൊ സൂര്യൻ ഇത്രയും പ്രകാശം ഉണ്ടെങ്കിൽ ഭഗവാൻ എത്ര പ്രകാശം ഉണ്ടാവും? സൂര്യനെ നമുക്ക് നട്ടുച്ചയ്ക്ക് സൂര്യനിലേക്ക് നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാന്റെ തേജസ് ആലോചിച്ച് നോക്ക്, ഭഗവാന്റെ പ്രകാശം ആലോചിച്ച് നോക്ക്. അപ്പൊ സൂര്യനും ചന്ദ്രനൊക്കെ എവിടുന്നാ പ്രകാശം കിട്ടുന്നത്? ഭഗവാനിൽ നിന്ന്. അങ്ങനെ സൂര്യനും ചന്ദ്രനും അങ്ങനെ ഏതൊരാളുടെയും തേജസ് കൊണ്ട് തേജസ്സികളായിരിക്കുന്നു. ആരുടെ തേജസ് കൊണ്ടാണോ അവരൊക്കെ തേജസ് ഉള്ളവരായിരിക്കുന്നത്? ഭഗവാന്റെ തേജസ് കൊണ്ട്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മഹാതേജോ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനിയോ മഹോരഗഃ. മഹോരഗഃ, മഹോരഗഃ എന്ന് പറഞ്ഞാൽ മഹാനായ ഉരഗ, ഉരകത്തിന്റെ സ്വരൂപനുള്ളവൻ. മഹാനായ ഉരകം. ഉരകൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭൂമിയിൽ ഇങ്ങനെ പോണത് പാമ്പ്. മഹാനായ ഉരകനാരാ? വാസുകി. വാസുകിയുടെ രൂപത്തിലിരിക്കുന്ന ആരാ? ഭഗവാൻ. വാസുകിയുടെ രൂപത്തിലിരിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് മഹോരഗ, അതായത് മഹാനായ ആ വാസുകിയുടെ സ്വരൂപമുള്ളതാർക്കാ? ഭഗവാന്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? മഹോരഗഃ എന്ന് വിളിക്കുന്നു. അപ്പോ മഹാക്രമോ, മഹത്തുക്കളായിരിക്കുന്ന പാദവിന്യാസമുള്ള മഹാകർമ്മ, ലോക സൃഷ്ടിയും ലോകസ്ഥിതിയും ലോകസംഹാരം പോലെയുള്ള എല്ലാം ചെയ്യുന്ന മഹാതേജോ, സൂര്യനും ചന്ദ്രനും ഒക്കെ തേജസ് ലഭിക്കുന്ന ഭഗവാന്റെ തേജസ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാനെ മഹാതേജോ എന്ന് വിളിക്കുന്നു. മഹോരഗ, മഹോരഗ എന്ന് പറഞ്ഞാൽ മഹാനായ ഉരകത്തിന്റെ, ഉരകം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ എഴഞ്ഞു പോകുന്നത്. അപ്പം മഹാനായ ഉരകം എന്ന് പറഞ്ഞാൽ ആരാ? വാസുകി. ആ വാസുകിയുടെ സ്വരൂപമുള്ളത് ആർക്കാണ്? ഭഗവാന്. അല്ലെങ്കിൽ ആ വാസുകിയുടെ സ്വരൂപത്തിൽ ഇരിക്കുന്ന ആരാ? ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ മഹോരഗ എന്ന് വിളിക്കുന്നു. ഇനിയോ മഹായജ്വ. മഹായജ്വ എന്ന് പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് മഹാക്രതു ഉണ്ട്. മഹാക്രതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹത്തായ യാഗത്തിന്റെ മൂർത്തി സ്വരൂപൻ. മഹത്തായ യാഗത്തിന്റെ മൂർത്തി സ്വരൂപൻ. ഓക്കെ, അപ്പോ മഹാനായ യാഗത്തിന്റെ മൂർത്തി സ്വരൂപമായിരിക്കുന്നത് ആരാ? ഭഗവാൻ. ഇനിയോ മഹായജ്വ. മഹായജ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹാനും ലോകസംഗ്രഹത്തിനായി യാഗാനുഷ്ഠാനം ചെയ്യുന്നതുമാരാണ്? ഭഗവാൻ തന്നെ. മഹാനാണ് ലോകസംഗ്രഹത്തിനായിട്ട് യാഗത്തിന്റെ അനുഷ്ഠാനം ചെയ്യുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാൻ എന്ത് വിളിക്കുന്നു? മഹായജ്വ എന്ന് വിളിക്കുന്നു. ഓക്കെ, മഹാക്രതു മഹായജ്വ. മഹാക്രതു എന്ന് പറഞ്ഞാൽ മഹത്തായ ആ വലിയ യാഗത്തിന്റെ മൂർത്തി സ്വരൂപമുള്ള ഭഗവാനെയാണ് മഹാക്രതു എന്ന് വിളിക്കുന്നത്. പിന്നെയോ മഹായജ്വ. മഹാക്രതു മഹായജ്വ, അതായത് മഹാനാണ് ലോകസംഗ്രഹത്തിനായിട്ട് യാഗം പോലെയുള്ള അനുഷ്ഠാനം ചെയ്യുന്നതും ഭഗവാനാണ്. ഇനിയോ മഹായജ്ഞ. മഹായജ്ഞോ എന്ന് പറയുന്നു. മഹായജ്ഞോ എന്ന് പറഞ്ഞാൽ മഹാനായിരിക്കുന്ന യജ്ഞസ്വരൂപൻ. എല്ലാ ഹോമങ്ങളും കാര്യങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആരാ സ്വീകരിക്കുന്നത്? ഭഗവാനാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മഹാനായ യജ്ഞസ്വരൂപൻ. അതുകൊണ്ടാണ് ഭഗവാനെ മഹായജ്ഞ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയോ മഹാഹവി. മഹാഹവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മാത്മാവിൽ നിന്നും സകല ജഗത്തിനെയും തഥാത്മന ഹവനം ചെയ്യുന്നതിനാൽ മഹാഹവിസായിട്ടുള്ളവൻ. അതായത് ബ്രഹ്മാത്മാവിൽ നിന്ന്, ബ്രഹ്മമാകുന്ന ആത്മാവിൽ നിന്ന് സകല ജഗത്തിനെയും, ഈ എല്ലാ ലോകത്തിലും ഏത് ബ്രഹ്മാണ്ടത്തിൽ പോയാലും ആ ബ്രഹ്മാണ്ടത്തിൽ നല്ല എവിടെ യാഗം ചെയ്തു കഴിഞ്ഞാലും ഹോമം ചെയ്തു കഴിഞ്ഞാലും ആ ഹവനം ചെയ്യുന്നത് ആരാണ്? ഭഗവാനാണ്. അതെല്ലാം സ്വീകരിക്കുന്ന സ്വീകർത്താവ് ഭഗവാനാണ്. നമ്മൾ എന്ത് എവിടെ എങ്ങനെ ചെയ്താലും ഫൈനലി അത് ചെല്ലുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. ഓക്കെ, ഏത് രീതിയിൽ മഴ പെയ്തിട്ട് പുഴയിലൂടെയോ നദിയിലൂടെയോ കിണറ്റിലൂടെയോ ഓടയിലൂടെയോ കുളത്തിലൂടെ എങ്ങനെ വെള്ളം ഒഴുകിക്കഴിഞ്ഞാലും അവസാനം ഏത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തിയാലും അവസാനം ചെന്ന് ചേരുന്ന കടലിലാണെന്ന് പറഞ്ഞതുപോലെ എന്ത് എപ്പോ എവിടെ എങ്ങനെ ചെയ്താലും ഫൈനലി അത് ഭഗവാനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഭഗവാനെ മഹാഹവി എന്ന് പറയുന്നു. എല്ലാം ഭഗവാനിലേക്ക് എത്തുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ മഹാഹവി എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച എന്താ?
മഹത്തുക്കളായിരിക്കുന്ന, അതായത് മഹാക്രമോ, മഹാകർമ്മ, മഹാതേജ, മഹോരക, മഹാക്രതുർ, മഹാക്രതുർ, മഹായജ്വ, മഹായജ്ഞോ, മഹാഹവി. അതായത് മഹത്തുക്കളായിരിക്കുന്ന പാദവിന്യാസമുള്ള, ലോകം സൃഷ്ടിക്കുകയും സ്ഥിതി നടപ്പിലാക്കി, അത് നിലനിർത്തുകയും സംഹാരം ചെയ്യുകയും ചെയ്യുന്ന, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും എല്ലാം തിളക്കം നൽകുന്ന, അല്ലെങ്കിൽ ആ തിളക്കവും ആ പ്രകാശവും ആ ജ്വാലയൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഭഗവാനിൽ നിന്നും ഉണ്ടാവുന്ന തേജസ്സാണ്. അങ്ങനെ ഇരിക്കുന്ന മഹാനായ ആ വാസുകിയുടെ രൂപം എടുത്തിരിക്കുന്ന, മഹത്തായ യാഗത്തിന്റെ മൂർത്തി സ്വരൂപമായിരിക്കുന്ന, മഹാനും ലോകസംഗ്രഹത്തിനായി യാഗാനുഷ്ഠാനം ചെയ്യുന്ന, മഹാനായ യജ്ഞസ്വരൂപനായിരിക്കുന്ന, ബ്രഹ്മാത്മാവിൽ നിന്നും സകല ജഗത്തിനെയും താഥാത്മനെ ഹവനം ചെയ്യുന്ന മഹാഹവിസായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, ഹാപ്പി പോരെ? ഇന്ന് ഞാൻ കുറച്ച് ടയർഡാണ്. എനിക്ക് ഭയങ്കര തലവേദനയുണ്ട്. രാവിലെ മുതൽ മെസ്സേജുകൾ നോക്കി പാക്കിംഗ് ആയിരുന്നു ജോലി. കുറച്ച് ടയർഡാണ്. നേരത്തെ കിടക്കണം. നാളെ എനിക്ക് യാത്ര പോകണം കേരളത്തിലേക്ക്. നാളെ വൈകുന്നേരത്തെ ബസ്സിന് കേരളത്തിൽ പോകും. ഇത് ഞാൻ പറയുന്നത് മെയ് 26 2026 മെയ് 26 ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. പിന്നീട് ഈ ലൈവ് കാണുന്നവരേക്കും അയ്യോ മാതാജി കേരളത്തിൽ പോയി. മെയ് 26 പറയുന്നത്. നാളെ നാട്ടിൽ പോവാണ്, ഗുരുവായൂർ പോവാണ്. അവിടെ ഒരു അമ്പലത്തിൽ പ്രഭാഷണമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഹാജർ കഴിഞ്ഞു മാതാജി, പ്രഭു. അവിടെ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രെയിനില്ല, ട്രെയിൻ ടിക്കറ്റ് കൺഫേം അല്ല. ബക്രീദൊക്കെ ആയതുകൊണ്ട് ഫുള്ളാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് സ്ലീപ്പർ ബസ്സിനാണ് പോകുന്നത്. അതിനു മുമ്പേ നിങ്ങളുടെ എല്ലാ തിങ്സും നാളെ രാവിലെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം. നാളെ ഡേ ടൈമിൽ എങ്ങനെയെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സാധിച്ചാൽ എടുക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് ചെയ്യും? വേഗം കിടക്കും. നല്ല ഉറക്കം വരുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും വൈഫൈ കിട്ടിയാൽ ക്ലാസ് എടുക്കാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ വേഗം പോയി വേഗം വന്നിട്ട് ക്ലാസ് എടുത്തരും. ഓക്കെ, हरे कृष्णा, सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय, ओम श्री मात्रे नमः, हर हर महादेव. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ഞാൻ തിരിച്ച് ചെന്നൈയിൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ദേവി മഹാത്മ്യം, പിന്നെ വിഷു കിറ്റ്, പഞ്ചാമൃത പ്രസാദം ഒക്കെ കിട്ടും. ക്ലിയർ? അഷ്ടഗന്ധം എല്ലാം കിട്ടും. ഇനി ദേവി മഹാത്മ്യൊക്കെ വേണമെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. വിളിക്കേണ്ട, മെസ്സേജ് ഇട്ട് വെച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നാളെ ഏകാദശിയാണ്. അതെ, ഏകാദശിയുടെ മഹാത്മ്യം ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലിട്ടുതരാം. ഓക്കെ. ഓ, അന്വേഷിച്ചോ? എൻ്റെ സ്നേഹാന്വേഷണം തിരിച്ചറിയിക്കും മാതാജി. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, സന്തോഷത്തോടെ ഇരിക്കണം. ദയവായി ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് ലോങ് മെസ്സേജസ് വരരുത്. മാതാജി വീട്ടിൽ പ്രശ്നമായി, അത് പറഞ്ഞു ഇത് പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു കംപ്ലൈൻറ്റ്സ് ആരും ഇടരുത് പ്ലീസ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, റെഡ് FM അടയ്ക്കണം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ജീവിതത്തിൽ റെഡ് FM അടച്ചു വയ്ക്കണം. നല്ല കേൾവിക്കാരായിരിക്കുക. തിരിച്ചു ഒന്നും പറയണ്ട. പ്രോബ്ലംസ് വേണ്ട നമുക്ക്. സാത്വികമായ ജീവിതം മതി. ആരും എന്തും നമ്മുടെ വീട്ടിൽ നമ്മളെ പറഞ്ഞോട്ടെ, ചെയ്യൂലേ? സ്ട്രെസ്സിലേക്ക് പോവരുത്, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യരുത്. സൈലൻ്റായി സമാധാനമായി ഹാപ്പി ആയിട്ടിരിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുക, കിച്ചൂട്ടനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ ഉടനെ ഫോൺ എടുക്കുക, ഒരു മെസ്സേജ് ഇട്ട് വെക്കുക. ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്രയിലാണെങ്കിലും കേട്ടോളാം. ഓക്കെ, നമസ്തേ.